السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വന്ദനായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, നേതാക്കളെ, ഈ മഹബത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇഷ്കിൻ്റെ വേദിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ ദാർശനികമായൊരു വിഷയമാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ ബൗദ്ധികമായ വിലയിരുത്തലുകൾ എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായിരുന്നു. ഇന്നൊക്കെ ചില വിവരനിഷേധികളിൽ നിന്ന് കേട്ടുവരുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു ഗോത്രവർഗത്തിൻ്റെ നേതാവായിരുന്നു. അന്നത്തെ കാലത്തെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ട ഒരു സാധാരണ മനുഷ്യരായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളെ ബൗദ്ധികമായി നേരിടുമ്പോൾ എത്രമേൽ അവരൊക്കെ വെച്ച് പുലർത്തുന്ന അജ്ഞതയ്ക്ക് ആഴമുണ്ടെന്ന്, അവർ നിലകൊള്ളുന്ന അന്ധകാരം എത്രമേൽ ഗംഭീരമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം സ്ഥിരീകരിക്കാനുള്ള ബുദ്ധിപരമായ ചില ന്യായങ്ങളെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി തങ്ങളുടെ പ്രവാചകത്വം പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വാക്കുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാവുന്നതും ബോധ്യപ്പെടുന്നതുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ഒറിജിനൽ നാമമാകുന്ന മുഹമ്മദ് എന്ന പദം ഖുർആനിൽ 4 ഇടങ്ങളിൽ മാത്രമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നബിയെ സൂചിപ്പിക്കാൻ നിരവധിയായ മറ്റു പ്രയോഗങ്ങളുണ്ട്. അയ്യുഹൻ നബിയു, അയ്യുഹർ റസൂലു, മുർസമ്മിൽ, മുദ്ദസ്സിർ, യാസീൻ, ത്വാഹ, ഹാമീം, ഇങ്ങനെ കുറേ പ്രയോഗങ്ങൾ നബിയെക്കുറിച്ചുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു പേരുകളും ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് അസ്സഫിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായി ഇസ്മുഹു അഹ്മദ്, നബിയുടെ പേര് അഹ്മദ് എന്നാണെന്ന് ഖുർആനിൽ കാണാം. അത് റസൂൽ തങ്ങളുടെ മറ്റൊരു പേരാണ്. മുഹമ്മദ് എന്ന നബി തങ്ങളുടെ ഔദ്യോഗിക നാമം 4 ഇടങ്ങളിൽ പരാമർശിക്കപ്പെടുന്നിടത്തെല്ലാം അത് പ്രവാചകത്വവും നുബുവത്തുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി മുഹമ്മദ് എന്ന പദം ഖുർആനിൽ വരുന്നത് എവിടെയാണ്? സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്തിൽ. ഉഹദ് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വളരെ ഗംഭീരമായ ഒരു സന്ദർഭത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും ചില സഹാബിവര്യന്മാരും മാത്രം ഒറ്റപ്പെടുകയും ചില തെറ്റിദ്ധാരണകളുടെ ഫലമായി കുറേയേറെ വിശ്വാസികൾ യുദ്ധരംഗം വിട്ടുപോവുകയും ചെയ്ത പ്രത്യേകമായ സന്നിഗ്ധമായ ഘട്ടത്തിൽ വമാകാന മുഹമ്മദുൻ അബാഹത്തിൻ മിർ റിജാലിക്കും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ എന്ന ആയത്ത് അവതരിക്കുന്നു. ഈ മുഹമ്മദ് എങ്ങനെ പ്രയോഗിക്കുന്നത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ്. വിശ്വാസിക്ക് ഈ ഒരൊറ്റ ആയത്ത് മതി അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങളുടെ പ്രവാചകത്വം ഉൾക്കൊള്ളാൻ. മറ്റ് 3 ആയത്തുകളും, മുഹമ്മദ് എന്ന് പരാമർശിക്കപ്പെടുന്ന മറ്റ് 3 ആയത്തുകളും ഇതേ പ്രകാരം റിസാലത്തുമായി ബന്ധപ്പെടുത്തിയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സൂചിപ്പിച്ച് മാത്രം പോകാം. രണ്ടാമതായി മുഹമ്മദ് പരാമർശിക്കുന്നത് 33-ാം അധ്യായം അൽ അഹ്സാബിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ്, മുഹമ്മദ് നബി ഞങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ലെന്നും അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും
ഉണ്ടോ? കൃത്യമായി അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് ഈ സൂക്തത്തിലും അള്ളാഹു പറയുന്നു. അടുത്ത മുഹമ്മദ് പ്രയോഗം സൂറത്തുൽ ഫത്ഹിൻ്റെ 29-ാമത്തെ വാക്യം, മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ പ്രയോഗം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദ് ഓർ അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. സൂറത്തു മുഹമ്മദ് എന്ന് പറയുന്ന അധ്യായം ഖുർആനിലുണ്ട്. അതിൽ 2-ാമത്തെ വാക്യത്തിലാണ് ഇനി മുഹമ്മദ് വരുന്നത്. അവിടെ വഹയുമായി ബന്ധപ്പെടുത്തിയാണ് അത് പരാമർശിക്കുന്നത്. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് എന്ന് പ്രയോഗിക്കുന്ന ഖുർആനിലെ ഏതവസരമുണ്ടോ അതൊക്കെയും പ്രവാചകത്വവുമായി ബന്ധപ്പെടുത്തിയാണുള്ളത്. അതവർക്ക് ധാരാളം മതി. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു തലത്തിലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായിരുന്നു എന്ന് ബുദ്ധിപരമായി തെളിയിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത്. അത് ആയത്തും ഹദീസും വച്ചല്ല നമ്മളതിന് ശ്രമിക്കുന്നത്. റസൂലിൻ്റെ ചരിത്രം ഉദ്ധരിക്കാനും ഇതിന് ഉപോദ്ബലകമായും ആയത്തും ഹദീസും കൊണ്ടുവരും എന്നതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിപരമായ സമർത്ഥനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം നടത്തിയ നേതാവ്. ഇത് വിശ്വാസികളാവുന്ന നമ്മൾ പറയുന്ന ഒരു അവകാശവാദമല്ല, അതാണ് വസ്തു. ഈ സഹസ്രിക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഹബീബോരെ പ്രണയിക്കുന്നവരാണ്. നബി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ കഠിനമായി അധ്വാനിക്കുന്നവരാണ്. ആ ഒരു ആവശ്യാർത്ഥം ഭൗതികമായ കുറേ കാര്യങ്ങൾ മാറ്റിവെക്കാൻ സന്തോഷപൂർവ്വം തീരുമാനിച്ചവരാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ നമുക്ക് ലഭ്യമല്ല. ഇതും അവകാശവാദമല്ല. ലോകത്തെ സ്വാധീനിച്ച കുറേ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഭൗതികമായും മതപരമായും ഒക്കെ. അവരാരും അവരുടെ അനുയായികളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജീവിക്കുന്നേയില്ല. ചില തിയറികളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ട ആളുകൾ അവരെ അനുയായികളായി നിലകൊള്ളുന്നുണ്ട്. പക്ഷെ ആ നേതാവിനെ അനുകരിക്കുന്നവരായി ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. മതനേതാക്കളാവട്ടെ മതേതര നേതാക്കളാവട്ടെ, ജോസഫ് സ്റ്റാലിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ മുഴുവനായി വെച്ച് പുലർത്തുന്നു പറയുന്ന ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെയും നമുക്ക് കാണാൻ കഴിയില്ല. ഗാന്ധിയർ എന്ന പേരിൽ ചില ആളുകളെ കാണാം നമുക്ക്. ഗാന്ധിജിയുടെ ജീവിതമാണ് എൻ്റെ ജീവിതം എന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ പോലും ഗാന്ധിജി അത്ര വിസ്തരിക്കപ്പെട്ട രീതിയിൽ അവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ട്രെയിൻ ഇറങ്ങിയത് നമുക്കറിയില്ല. അദ്ദേഹം ശിവഗിരിയിൽ പോയിട്ട് സംസാരിക്കാൻ നിന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സംസാരം തുടങ്ങിയത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഗാന്ധിജിയുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, കസ്തൂർബയുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ചില പുസ്തകങ്ങളുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന പുസ്തകം ലഭ്യമാണ്. അതിലൊന്നും ഗാന്ധിജിയെ അനുകരിച്ച് ഒരു അനുയായിക്ക് ജീവിക്കാൻ പറ്റും വിധം അദ്ദേഹം വിസ്തരിക്കപ്പെടുന്നില്ല. ഗാന്ധിജി ഒരു നൂറ്റാണ്ടാവുന്നേ ഉള്ളൂ കഴിഞ്ഞു പോയിട്ട്. ഒരു 6-7 വർഷം മുന്നെയാണ് നെൽസൺ മണ്ടേല മരണപ്പെട്ടത്. അദ്ദേഹം കറുത്ത വർഗക്കാർക്ക് വേണ്ടി കുറേ പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ആളാണ്. കുറേ കാലം ജയിലിൽ കിടന്നയാളാണ്. കുറേ കാലം ദക്ഷിണാഫ്രിക്കയുടെ ഭരണാധികാരം കൊണ്ടു നടന്നയാളാണ്. അദ്ദേഹത്തെ അനുകരിച്ച് ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിക്ക് സാധ്യമേ അല്ല. അദ്ദേഹം എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയായിരുന്നു, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഒന്നും. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ഒരു അനുയായിയെ സൃഷ്ടിക്കാൻ കഴിയും? കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് തീരെ കുറഞ്ഞ 6-7 നൂറ്റാണ്ടിൽ ജീവിച്ചു മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും സമൂഹത്തിന് കൈമാറാൻ വേണ്ടി മാത്രം അതിവിപുലമായ നിരവധി ഉപശാഖകളുള്ള ഒരു വലിയ വിജ്ഞാനശാഖ രൂപപ്പെട്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അവിടുത്തെ വാക്ക് പ്രവൃത്തി അംഗീകാരങ്ങൾ, അത് സമൂഹത്തിന് പഠിക്കാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം A to Z രേഖപ്പെട്ടു. അതൊരു വലിയ അത്ഭുതമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ അംഗീകാരം, ഇത് ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും എത്താൻ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടണം.
ആ ആവശ്യാർത്ഥം ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ചരിത്രം മുഴുവനും രേഖപ്പെടുത്തി. അലാമുർ റിജാൽ എന്ന വിശാലമായ വിജ്ഞാന ശാഖയുണ്ട് ഹദീസ് മേഖലയിൽ. ആ ഹദീസിന്റെ റിവായത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് അവരുടെ ജീവിതം, ചുറ്റുപാട്, വയസ്സ്, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മശേഷി, അവരുടെ സത്യസന്ധത, അവരുടെ ഉസ്താദുമാർ, അവരുടെ ശിഷ്യന്മാർ, അവരോടൊപ്പമൊക്കെ അവർ ജീവിച്ചു, അവർ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ വിജ്ഞാനവും അവരുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം മുതൽ നിരവധിയായ കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. ലോക ചരിത്രത്തിലെ മഹാത്ഭുതം മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരരായി വന്ന് ലോകത്തെ സ്വാധീനിച്ച അതിബൃഹത്തായൊരു ഗ്രന്ഥം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഇന്ന് ലോകത്തിന് വെളിച്ചം വീശിക്കൊണ്ട് ആ ഗ്രന്ഥം മനോഹരമായി നിലകൊള്ളുന്നു. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ഈ ഹബീബിൻ്റെ താല്പര്യമനുസരിച്ചാണ്. ഒരു വിശ്വാസി എഴുന്നേൽക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റ് ചൊല്ലി ആ രീതിയിൽ മാത്രമാണ്. അവൻ കിടക്കുന്നത്, കടന്നുറങ്ങുന്നത്, ഉറങ്ങാൻ വേണ്ടി ചെല്ലണത്, എന്തിനധികം അവൻ അവൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും ഹബീബ് അനുവദിച്ച രീതിയിൽ മാത്രമാണ്. തിന്നണത്, കുടിക്കണതൊക്കെ. ഒരു വ്യക്തി ടോയ്ലറ്റിൽ പോകുന്നത് ഹബീബായ നബിതങ്ങൾ പറഞ്ഞത് പ്രകാരം ഇടതുകാല് മുന്നിൽ വെച്ചാണ്. എന്തുകൊണ്ട് വലതുകാൽ മുന്നിൽ വെച്ചുകൂടാ? വലതുകാൽ മുന്നിൽ വെച്ച് ടോയ്ലറ്റിൽ പോയാൽ വിസർജന കാര്യം സാധ്യമല്ലാതെ വരുമോ? ഒരിക്കലുമില്ല, ചെയ്യാൻ പറ്റും. ഹബീബായ നബിതങ്ങൾ ഇടത് കൈ കൊണ്ട് ശൗചം ചെയ്യാൻ നമ്മളോട് പറയുന്നു. ഓരോ വിശ്വാസിയും അത് പാലിക്കുന്നു. എന്തുകൊണ്ട് വലത് കൈ കൊണ്ട് ശൗചം ചെയ്തുകൂടാ? അത് ക്ലീനാവാതെ പോകുമോ? ഇല്ലേ, ഇല്ല. അവിടുത്തെ യുക്തി എന്താണ്? അവിടുത്തെ ലോജിക്ക് എന്താണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലോജിക്ക് ബോധ്യപ്പെടുകയേ വേണ്ട. ഹബീബായ റസൂൽ ഇടതുകാലം മുന്നിൽ വെക്കാൻ പറഞ്ഞു, അവനത് ചെയ്തിരിക്കും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈ കൊണ്ട് ശൗചം ചെയ്യാൻ പറഞ്ഞു, മൂക്ക് പിഴിയാൻ പറഞ്ഞു, അവനത് ചെയ്തിരിക്കും. ഹബീബായ റസൂൽ വലത് കൈ കൊണ്ട് കൊടുക്കാനും വാങ്ങാനും പറഞ്ഞു, അവനത് ചെയ്തിരിക്കും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടാവി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊളിച്ചു വെക്കരുത്, അത് പൊത്തിപ്പിടിക്കണം ഇടത് കൈ കൊണ്ടെന്ന് പറഞ്ഞു. വിശ്വാസി അത് ചെയ്തിരിക്കും. വളരെ ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറയണത്. നിസ്കാരത്തെ കുറിച്ചല്ല, നോമ്പിനെ കുറിച്ചല്ല. അവൻ്റെ ജീവിതത്തിലും അവൻ്റെ സാമൂഹിക ജീവിതത്തിലും വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം ഈ വിശ്വാസി ലോകം കോടാനക്കോടി മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രമേൽ സമൂഹത്തെ സ്വാധീനിച്ച ആരുണ്ട്? 7 വർഷമെടുത്തു മൈക്കല്ല ചാട്ട് ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളെ പഠിച്ചെടുക്കാൻ 7 വർഷം. ആ ദീർഘമായ പഠന സപര്യക്കു ശേഷം ലോകത്തെ ഭൗതികമായും ആത്മികമായും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 പേരുടെ ലിസ്റ്റ് ഇട്ടു അദ്ദേഹം. ദി 100. തൻ്റെ നേതാവായി അംഗീകരിക്കുന്ന യേശുക്രിസ്തുവിനേക്കാളും ലോകം പൊതുവെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികരാകുന്ന ഗാന്ധിജിയെക്കാളും മറ്റ് പലരെക്കാളും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആൾ, നേതാവ് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞത് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇസ്ലാമിൻ്റെ ബേസിക്കലായ കുറേ കാര്യങ്ങൾക്ക് വിരുദ്ധമായതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അത്രേ നമ്മുടെ ഈ ഫിഖഹിലും മറ്റു കാര്യത്തിലും അവഗാഹമുള്ളൂ. പക്ഷേ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് യേശുവിനേക്കാൾ, എന്തുകൊണ്ട് മോശസിനേക്കാൾ, ഗാന്ധിജിയേക്കാൾ മുഹമ്മദ് നബിക്ക് താങ്കൾ സ്ഥാനം നൽകി? അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞു, 6-7 വർഷമെടുത്ത് ഞാൻ ലോക നേതാക്കളെ പഠിച്ചു. ഭൗതികമായും ആത്മികമായും മതപരമായും മതേതരമായും ലോകത്തെ മുഹമ്മദ് സ്വാധീനിച്ചതുപോലെ മറ്റൊരാൾ സ്വാധീനിച്ചതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടില്ല എന്ന്. ആ സ്വാധീനം വിശ്വാസിയുടെ ഹൃദയത്തിലാണ്. നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന ചില പ്രചാരണങ്ങൾ, ഇസ്ലാമിൻ്റെ ടോയ്ലറ്റിലേക്ക് പോകുന്ന മര്യാദകളൊക്കെ വളരെ വക്രീകരിച്ചിട്ട് പരിഹാസരൂപേണ വിമർശിക്കുന്ന ചില പ്രഭാഷണങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. തീരെ യുക്തിയില്ലാത്ത യുക്തിവാദികളിൽ നിന്ന് അവർ പരിഹസിക്കാണ്. എൻ്റെ ഇടതുകാലല്ല വലതുകാലം മുന്നിൽ വെച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വിസർജ്യം പോരൂലേ എന്ന്. എൻ്റെ ഇടതുഭാഗത്തേക്ക് ഇത്തിരി ചാഞ്ഞിരിക്കാതിരുന്നാൽ ഈ സംഭവം നടക്കൂലേ എന്ന്.
എന്തേ ഇടത് കൈ കൊണ്ട് കഴുകാതെ വലത് കൈ കൊണ്ട് കഴുകിയെടുത്താൽ ഈ സംഭവം വൃത്തിയാകൂലേ എന്ന് ആവുമായിരിക്കും. അതിൻ്റെ ലോജിക്കൊന്നും വിശദീകരിക്കാൻ ഒരുപക്ഷെ ആർക്കും സാധ്യമല്ലെന്നും വന്നേക്കും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബിതങ്ങൾ അങ്ങനെ കൽപ്പിച്ചോ, അതാണ് അവൻ്റെ ജീവിതം, അതാണ് അവൻ്റെ ജീവിതം. അതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കാൻ വിശ്വാസി സന്നദ്ധനേ അല്ല. ഇതാണ് ഏറ്റവും പ്രസിദ്ധനായ ഒരു ക്രൈസ്തവ ഫാദറിൻ്റെ മകനായി പിറന്നിട്ടും ക്രൈസ്തവ പ്രബോധകനും ക്രൈസ്തവ വിശ്വാസിയുമായി ജീവിച്ചിട്ടും മർമഡ്യൂക്ക് വില്യം പിക്താളിന് ഇസ്ലാമിലേക്ക് വഴി തുറന്നത്. അദ്ദേഹം ലണ്ടനിൽ തൻ്റെ വീട്ടിൻ്റെ മുന്നിലിരിക്കുകയാണ്. അടുത്ത വീട്ടിലുള്ളൊരു യുവാവിൻ്റെ അടുത്തേക്ക് ഒരു വൃദ്ധൻ കടന്നു വരുന്നു. ആ യുവാവിനെ വിളിച്ചിറക്കിയിട്ട് ശകാരിക്കുന്നു, ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു, ഇടക്ക് പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. സുസ്മേരവദനായി എല്ലാം ക്ഷമിച്ച ആ യുവാവ് അങ്ങനെ നിൽക്കുന്നു. മർമഡ്യൂക്ക് വില്യം പിക്താളിന് വലിയൊരു കൗതുകം തോന്നി. അദ്ദേഹം ഈ വൃദ്ധൻ പോയതിന് ശേഷം ആ ചെറുപ്പക്കാരനെ സമീപിച്ചു. ഞാനൊരു വലിയ അത്ഭുതം കണ്ടു, ഞാനൊരു വലിയ സംഗതി കണ്ടു. താങ്കളെ ഒരു വൃദ്ധൻ വന്നിട്ട് ശകാരിക്കുന്നു, ശക്തമായി വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കൊക്കെ അയാൾ പ്രഹരിക്കുന്നു, താങ്കളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്ന് ഏതാനും $1 ഞാൻ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനാണ്. എൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വാക്ക് പാലിക്കണം എന്ന്, കടം വാങ്ങിയാൽ കൃത്യമായി തിരിച്ചു കൊടുക്കണം എന്ന്. എനിക്കതിന് സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനാണ്. പിക്താള് ചോദിച്ചു, അതിന് നമ്മുടെ നാട്ടിൽ കോടതിയും നിയമമൊക്കെയല്ലേ? അയാൾ വന്ന് നിന്നെ ശകാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് നീ അദ്ദേഹത്തോടൊന്ന് തിരിച്ചു പറഞ്ഞില്ല? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, വൃദ്ധരായ നമ്മേക്കാൾ വയസ്സ് കൂടുതലുള്ള ആളുകളെ മാനിക്കണമെന്നും ബഹുമാനിക്കണമെന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളെ വഴക്ക് പറഞ്ഞാൽ അതിന് വിരുദ്ധമായി പോകുമത്. അദ്ദേഹം നിന്നെ പല രീതിയിൽ തല്ലിയതും നിന്നെ പല രീതിയിൽ ആക്രമിച്ചതും ഞാൻ കണ്ടു, ഒന്ന് തിരിച്ചു കൊടുത്തുകൂടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, അല്ലോ പാടില്ല, ദുർബലരായ ആളുകളെ ആക്രമിക്കരുതെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ഏതോ ഒരു ഗോത്രവർഗത്തിൻ്റെ നേതാവായി മുത്തറസൂലിനെ മനസ്സിലാക്കിയ വില്യം മർമഡ്യൂക്ക് പിക്താളിന് അവിടെ വെച്ച് വറക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം റസൂലിനെ കുറിച്ച് പഠിച്ചു. 1917 ജൂലൈ 29 ലണ്ടനിലെ ഒരു വലിയ വേദിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാനിതാ മുഹമ്മദിൻ്റെ ആളായിരിക്കുന്നു എന്ന്. അദ്ദേഹം തനിക്ക് വേണ്ടി ഒരു പേര് തയ്യാറാക്കി, മുഹമ്മദ് മർമഡ്യൂക്ക് പിക്താൾ. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന നാമം മുഹമ്മദ് എന്ന പേരാണ്. ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന നാമം മുഹമ്മദ് എന്ന പേരാണ്. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള വിശ്വാസികൾ മുസ്ലിങ്ങളല്ല. യേശുവിൻ്റെ പേര് നമ്മൾ കേരളത്തിൽ ആകെ മൊത്തം തിരഞ്ഞാലും വളരെ കുറച്ചേ കിട്ടൂ. മറ്റ് ചില മത നേതാക്കളുടെ പേരുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അബു അബ്രഹാമിനൊരു പുസ്തകമുണ്ട്, കോട്ടയത്തിൽ എത്ര മത്തായിമാരുണ്ട് എന്നും പറഞ്ഞിട്ട്. കോട്ടയത്തടക്കം എത്ര യേശുമാരുണ്ട്? വളരെ ചുരുങ്ങിയ പേർ. നമ്മുടെ നാട്ടിലൊരു പ്രാദേശിക മദ്രസയിൽ പോയിട്ട് ഹാജർ പട്ടിക എടുത്ത് ആൺകുട്ടികളുടെ പേരൊന്ന് പരിശോധിക്കുക. 30 കുട്ടികളുണ്ടെങ്കിൽ 27-28 മുഹമ്മദ് ആയിരിക്കും. ഈ സമൂഹത്തെ എത്രമേൽ മുത്തറസൂൽ സ്വാധീനിച്ചു എന്ന്. ഈ സമൂഹത്തിന് ഹബീബായ നബിതങ്ങളോടുള്ള ബന്ധം മാതാവിനേക്കാളും പിതാവിനേക്കാളും ദൃഢമാകുന്നത് എന്തുകൊണ്ടാണെന്ന്. മർമഡ്യൂക്ക് പിക്താൾ ഇസ്ലാമിലേക്ക് വന്നത് ചെറുപ്പക്കാരൻ അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങനെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ടാണ്. 1900 കാലം കഴിഞ്ഞ നൂറ്റാണ്ട്, 14 നൂറ്റാണ്ട് മുന്നേ ജീവിച്ചൊരു മനുഷ്യൻ. അന്ന് വാർത്താവിനിമയ സംവിധാനങ്ങളില്ല. റസൂലിൻ്റെ ദർശനങ്ങൾ സാധാരണഗതിയിൽ ലോകത്തേക്ക് എത്താൻ ഒരു മാർഗവുമല്ല. വിശ്വാസികളുടെ തീവ്രമായ അധ്വാനം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വിശാലമായ വിജ്ഞാന ശാഖകൾ, ഉപശാഖകൾ, അതിൻ്റെ ശാഖകളായിട്ട് ഹബീബായ നബിതങ്ങളുടെ വാക്കും പ്രവൃത്തിയും നമ്മിലേക്ക് എത്തിയ കൗതുകം ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഈ ലിസ്റ്റ് ധാരാളമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവല്ല. ഹീബ്രു, അരമായിക്ക്, സുരിയാനി, ഗ്രീക്ക് ഭാഷകൾ നന്നായിട്ട് അറിയാമായിരുന്നു ബെഞ്ചമിൻ കൽദാനിക്ക്, ഫാദർ ബെഞ്ചമിൻ കൽദാനി.
പുതിയ നിയമ ബൈബിൾ ആദ്യമായി രേഖപ്പെടുത്തിയ ഭാഷ ഗ്രീക്കാണ്, പഴയ നിയമം ഹീബ്രുവിലാണ്. യേശുക്രിസ്തു സംസാരിച്ച ഭാഷ അരമായിക്കാണ്. അതിൻ്റെ ഒരു തദ്ഭവമാണ് സുറിയാനി എന്ന് പറയുന്ന ഭാഷ. ഇന്ന് ആ ഭാഷ അങ്ങനെ ഇല്ല കേട്ടോ, അതുകൂടെ പറയാം. ടി ബാബു പോൾ അദ്ദേഹത്തിൻ്റെ വേദശബ്ദ രത്നാകരം എന്ന് പറയുന്ന പുസ്തകത്തിൽ അരമായിക്ക് സംസാരിക്കുന്ന ഏതാനും മുസ്ലിങ്ങൾ ഡമസ്കസിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ അരമായിക്ക് യേശു സംസാരിച്ച ഭാഷ പോലും ഇന്നില്ല. അതവിടെ ഇരിക്കട്ടെ. അദ്ദേഹം തൻ്റെ വിശാലമായ വിജ്ഞാനവും വെച്ചിട്ട് നിലവിലുള്ള ബൈബിൾ പുസ്തകങ്ങളിൽ ഹബീബായ നബിതങ്ങളെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചെന്നു. അവസാനം മുഹമ്മദിൻ ദി ബൈബിൾ എന്ന പുസ്തകം ഇറക്കി അദ്ദേഹം പരിശുദ്ധ റസൂലിൻ്റെ ആദർശത്തിലേക്ക് കടന്നു വന്നു. മറ്റൊരു ഫാദറാണ് അബ്ദുൽ അഹദ് ദാവൂദ്. തൽക്കാലം ഞാൻ ഓർക്കുന്ന ചിലരെ പറ്റി പറയാണ്. റസൂലിനെ കുറിച്ച് പഠിച്ചു. അവസാനം മുഹമ്മദ് ദി പ്രിവ്യൂ ഓഫ് ബൈബിൾ എന്ന പുസ്തകം രചിച്ചു. മുഹമ്മദ് ബൈബിളിന്റെ പ്രവചനം. ആരെയാണ് ഈ ഹബീബ് സ്വാധീനിക്കാത്തത്? എന്തിനാണ് നബിതങ്ങളെ കുറിച്ച് ഇത്രമേൽ വെറുപ്പുൽപാദിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. കാരണം റസൂലുള്ളാഹി എന്തായിരുന്നു ലോകത്തിന് പഠിപ്പിച്ചത്? അതിലെന്തായിരുന്നു പരവിദ്വേഷത്തിന് സഹായകമായത്? ഞാൻ അങ്ങോട്ട് പോകുകയല്ല കേട്ടോ, അത് വിശദീകരിക്കുന്നത് വിശാലമായ മറ്റൊരു മാറ്ററാണ്. മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 74 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും എല്ലാവരും കൂടെയായിട്ട് രണ്ടാമത് ഹിജറ പോകുന്നുണ്ട് അബിസീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക്, നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക്. അവിടെ വെച്ച് കുത്തിത്തെരിപ്പുണ്ടാക്കി. ഇവരെ യേശുക്രിസ്തുവിനെ എതിർക്കുന്നവരാന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുന്ന മറിയത്തെ ഭത്സിക്കുന്നവരാന്ന് പറഞ്ഞുണ്ടാക്കി. നേരിട്ട് അന്വേഷിക്കാമെന്ന് വേദപണ്ഡിതനാകുന്ന നജ്ജാഷി തീരുമാനിച്ചു. അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ രാജ്യസദസ്സിലേക്ക് കൊണ്ടുവരുന്നത്. മുസ്ലിങ്ങൾ തീരുമാനിച്ചു ഒരാൾ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവരതിനു വേണ്ടി നിശ്ചയിച്ചു. വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങൾ അവിടെ വെച്ച് നടത്തിയ ഇസ്ലാമിനെ കുറിച്ചുള്ള ലഘു പരിചയം ഉദ്ധരിക്കുന്നു. അത് വായിച്ചു നോക്കുക. നമ്മൾ എൻ്റെ വിഷയത്തിനോട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ വിശാലമായി അങ്ങോട്ട് കിടക്കണില്ല. ഞങ്ങൾ അന്ധകാരത്തിൽ ജീവിക്കുകയായിരുന്നു. കുടുംബബന്ധം ചേർക്കാറില്ലായിരുന്നു. എല്ലാ വൃത്തികേടും ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളിൽപ്പെട്ട കവിയ് ദുർബലരെ തിന്നാറുണ്ടായിരുന്നു എന്നാണ് പ്രയോഗം. അത്രയ്ക്ക് പീഡിപ്പിക്കുന്നു. അവിടെ നിയമം നിർമ്മിച്ചിരുന്നത് ഞങ്ങളുടെ ശക്തരായിരുന്നു എന്നാണ്. സർവ്വ പെണ്ണുങ്ങളും സെക്സൽ ഹറാസ്മെന്റിന് വിധേയരായി എന്നാണ്. ഞങ്ങൾ ഡെയിലി ആരാധിക്കാൻ ഓരോ ദിവസത്തിനും ഓരോ പ്രതിഷ്ഠകളെ നിർമ്മിച്ചു എന്നാണ്. ഞങ്ങൾ കുഞ്ഞുമക്കളെ കൊന്നുകളഞ്ഞു എന്നാണ്. പെണ്ണായി എന്നൊരൊറ്റ കാരണത്താൽ അഭിജാത്യ ബോധം കൊണ്ട് ഞങ്ങൾ കുട്ടികളെ ജീവനോടെ കുഴിച്ചിട്ടു എന്നാണ്. ഇങ്ങനെ സർവ വൃത്തികേടുകളുടെയും അടയാളങ്ങളായി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളിൽപ്പെട്ട റസൂൽ ഞങ്ങളിലേക്ക് കടന്നു വന്നു. നഅരിഫു നസബഹു, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു, സത്യസന്ധത അറിയാം. വഅമാനതഹു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ഞങ്ങൾക്ക് ശരിക്കറിയാം. വഇഫ്ഫതഹു, സമൂഹം മൊത്തം സെക്സ് രംഗത്ത് അതിവൃത്തികേടുകളുടെ നേതാക്കളായി വസിക്കുന്ന കാലത്ത് ഒരു അന്യ സ്ത്രീയെ വേണ്ടാത്ത വിധം കാണുകയോ സ്പർശിക്കുകയോ ചെയ്യാതെ ജീവിച്ച ഞങ്ങളുടെ മുഹമ്മദ് നബിയുടെ 40 വർഷം ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കാരണം ഞങ്ങൾ അല്ലമീൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് വന്നു. കുടുംബബന്ധം ചേർത്തു. മക്കളെ കൊല്ലൽ അവസാനിപ്പിച്ചു. പെൺകുട്ടികൾക്ക് ഞങ്ങൾ അനന്തരാവകാശം നൽകി തുടങ്ങി. ദുർബലരെ സഹായിച്ചു. ഞങ്ങൾ അയൽപക്ക ബന്ധം ശക്തമാക്കി. ഞങ്ങളിൽപ്പെട്ട പാവങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റുകയാണ് ഞങ്ങൾ അറിയുന്ന പ്രവാചകർ ചെയ്തത്. ഇനി ഞങ്ങൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ നജ്ജാഷി രാജാവ്, വേദപണ്ഡിതൻ, അങ്ങനെ തന്നെയാണ് പ്രവാചകർ എന്ന് അവിടെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇസ്ലാം. ഈ ആദർശമാണ് മുത്തറസൂൽ സമൂഹത്തിന് കൈമാറിയത്. പിന്നെ എന്തിനാണ് അവിടുത്തെ ജീവിതത്തെ, അവിടുത്തെ വ്യക്തിത്വത്തെ നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ ആളുകൾ വല്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് സഹസ്യർക്ക് തോന്നുന്നുണ്ടാകും. ഒറ്റവാക്കിൽ ഞാൻ വിശദീകരിക്കാം. താന്തോന്നിത്ത ജീവിതം പരിശുദ്ധ റസൂൽ അംഗീകരിക്കുന്നില്ല.
എന്ത് വൃത്തികേടും ചെയ്യാൻ ഹബീബായ വിധങ്ങൾ സമ്മതം നൽകുന്നില്ല. മോളെയും ഉമ്മയെയും സഹോദരിയെയുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഇൻസിസ്റ്റിന് വേണ്ടി വാദിച്ചു നടക്കുന്ന മതനിഷേധികൾക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. സത്യസന്ധരായി ജീവിക്കണമെന്ന് ധാരാളം സമയം പറയുകയും അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത റസൂൽ തങ്ങൾ അവർക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് ഹബീബായ റസൂലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. അവിടുത്തെ പ്രവാചകത്വം ബൗദ്ധികമായി എങ്ങനെ തെളിയിക്കാമെന്ന് സമൂഹത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത്രയൊക്കെ ആമുഖം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 പോയിന്റ് എനിക്ക് പറയണം. സമയം അനുവദിക്കുമെന്നറിയില്ല. സമയം അനുവദിക്കുന്ന അത്ര വളരെ ചുരുക്കി നല്ല ശ്രദ്ധയുള്ളൊരു സദസ്സാണ്. അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. ആരും വേറൊരു ഷുഗലിലുമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹുബിലാണ്, ഇഷ്കിലാണ്, അവിടുത്തോടുള്ള പ്രണയത്തിലാണ്. അവിടത്തെക്കുറിച്ച് പറയുന്നത് സാഹോദരം ശ്രദ്ധിക്കാൻ ശ്വാസമടക്കി നോക്കി നിൽക്കുന്നൊരു സദസ്സിനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് കുറേയേറെ പോയിന്റ് കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ന്യായമായും പ്രതീക്ഷിക്കുന്നു. വല്ലാതെ വിശദീകരിക്കാതെ ബോധ്യപ്പെടുന്ന നല്ല ഒരു ബുദ്ധിപരമായി ഉന്നതി നിൽക്കുന്ന ഒരു സദസ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. അതും എന്നെ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതാനും ചില പോയിന്റ്സുകൾ മാത്രം എണ്ണി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിദ്ഖ്, സത്യസന്ധത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധത മുസ്ലിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ഒരു വിശേഷണമല്ലായിരുന്നു, നമുക്കറിയാം. എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അവർക്കിടയിലാണ് ജീവിച്ചത്. അലസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ. നിങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം, എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ വചനം അവർക്ക് കേൾപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മളെടുത്ത് പരിശോധിക്കുക. 35-ാമത്തെ വയസ്സിലാണ് കഅബ പുനർനിർമ്മാണം നടക്കുന്നത്. റസൂലായിട്ടില്ല അന്നും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഅബ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് അവർക്കിടയിലുണ്ടായ വലിയ തർക്കം പരിഹരിച്ച രീതി നമുക്കറിയാം. സംയുക്തമായി അവർ കഅബ നിർമ്മിച്ചു. കഅബന്റെ ഉദ്ഘാടനം എന്ന വിധം ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നിടത്ത് തർക്കം വന്നു. ഏത് ഗോത്രക്കാരത് വെക്കണം? അവസാനം അവർ മനസ്സില്ലാ മനസ്സോടെ ഒരു തീരുമാനത്തിലെത്തി. ഇനി ആ കഅബയുടെ ഭാഗത്തേക്ക് ആദ്യമായി ആര് കടന്നു വരുന്നോ അദ്ദേഹത്തിൻ്റെ തീരുമാനം നമുക്കവിടെ അംഗീകരിക്കാം. ഇത് 100% തൃപ്തിപ്പെട്ടവർ തീരുമാനിച്ചതൊന്നുമല്ല. എന്തുകൊണ്ട്? ആ കടന്നു വരുന്നയാൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ ആളായിരിക്കും. സ്വാഭാവികമായും അയാൾ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിന് സപ്പോർട്ട് ചെയ്യുന്ന തീരുമാനം എടുത്തേക്കും. പക്ഷേ ഇതുവരെ ഐക്യത്തോടെ പ്രവർത്തിച്ച് ലാസ്റ്റ് വെച്ച് യുദ്ധം ചെയ്യരുത് എന്ന് വിചാരിച്ച് അവരങ്ങനെ ഒരു തീരുമാനത്തെ ഉറപ്പിക്കുന്നു. അങ്ങനെ ഒരു സാഹോദരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കടന്നു വരിക? ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് അവരിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. തൻ്റെ 35-ാം വയസ്സ് ഹബീബായ റസൂൽ യാദൃച്ഛികമായി അങ്ങോട്ട് കടന്നു വരുന്നു. അതോടുകൂടെ നിരാശയോടുകൂടിയിരുന്ന എല്ലാവരും ഉറക്ക ആർത്ത് വിളിക്കുന്നത് അതാനാ അല്ലമീൻ, അല്ലമീൻ വരുന്നു എന്നാണ്. സന്തോഷമായി അവർക്ക്. അതുവരെയുള്ള പ്രയാസം തീർന്നു. ഏതെങ്കിലും ഒരു ഗോത്ര പ്രതിനിധിയായിരിക്കും വരിക. ഒരു ഗോത്രത്തിൽ നിന്ന് മാറിയിട്ട് ഒരാൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും കടന്നു വരുന്നയാൾ ഏതെങ്കിലും ഒരു ഗോത്രക്കാരനാകും. അദ്ദേഹം ആ ഗോത്രത്തിന് വേണ്ടി വിധി നടത്തും. ആ ആശങ്കയിൽ നിൽക്കുന്നവരെല്ലാം അത്താന മുഹമ്മദ് എന്ന് പറഞ്ഞോ? ഇല്ല. അത്താന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞോ? ഇല്ല. ആവേശപൂർവ്വം അവർ ഉറക്കെ വിളിച്ചു, അത്താനല്ലമീൻ, അല്ലമീൻ വരുന്നു. ഇനി പ്രശ്നമില്ല. അവിടെ പ്രതീക്ഷ കൊത്തിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നം പരിഹരിച്ചു. അത് മറ്റൊരു കാര്യം. എല്ലാ ഗോത്രക്കാരെയും ഒന്നിച്ചു നിർത്തി ഹബീബായ റസൂൽ ഐക്യത്തിൻ്റെ പുതിയൊരു അധ്യായം അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെന്ത് എന്നതല്ല, എങ്ങനെ റസൂൽ പരിഹരിച്ചു എന്നുള്ളതല്ല. ഹബീബായ റസൂൽ വരുമ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറയുന്നത് അൽ അമീൻ വരുന്നു എന്നാണ്. ഇനി നുബുവത്തിന്റെ ഏകദേശം ആദ്യഘട്ടം സൂറത്തു ശുഅറാഇന്റെ 214-ാമത്തെ വചനം അവതരിക്കുന്നു. ഫഅൻദിർ അശീറതകൽ അഖറബീൻ. റസൂലേ, അങ്ങയുടെ അടുത്ത കുടുംബക്കാർക്ക് അങ്ങ് ദീന് പറഞ്ഞു കൊടുക്കുക.
മാന റസൂൽ ഒരു സുബൈക്ക് സഫയുടെ മുകളിൽ കയറുന്നു, എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ സഫയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ സർവായുധ വിഭൂഷിതരായ ഒരു സംഘം കടന്നു വരുന്നുവെന്ന് ഈ മുഹമ്മദ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അവരെല്ലാവരും ഉറക്കെ പറഞ്ഞു, ബലായ മുഹമ്മദ് അൻതല്ലമീൻ, അതെ ഞങ്ങൾ അംഗീകരിക്കും. എന്തുകൊണ്ട്? അൻതല്ലമീൻ, അങ്ങ് സത്യസന്ധനാണ്. 40 വർഷമായി ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്നു, കളവിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പോലും അങ്ങയുടെ വാക്കിൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. എല്ലാവരും പറഞ്ഞു അല്ലമീൻ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറയാൻ പോവാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാകുന്നു, ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതോടുകൂടി അവരിൽ ഭിന്നത വന്നു, അത് വേറെ കാര്യം. നുബുവത്തിൻ്റെ ഏറ്റവും ആദ്യഘട്ടം, കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം. നുബുവത്തിൻ്റെ ഹിജ്റയുടെ, മുത്തറസൂലിൻ്റെ ഹിജ്റയുടെ കുറച്ച് മുന്നേ, 5 വർഷം മുന്നേ, നുബുവത്തിൻ്റെ ഏകദേശം 5-6 വർഷമാകുമ്പോൾ അബ്സീനയിലേക്ക് ഹിജ്റ പോകുന്നു സഹാബി വര്യന്മാർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശല്യപ്പെടുത്തി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഈ മുശ്രിക്കീങ്ങൾ അവസാനം അവരെ വിചാരണ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. നജാഷി രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ വരിക്ക് നിർത്തിയിട്ട് ഇയാൾ വല്ല കള്ളവും പറഞ്ഞാൽ ഞങ്ങളോട് പറയണം എന്നും പറഞ്ഞിട്ട്, മുഹമ്മദ് നബിയുമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വല്ല ഏർപ്പാടും നടത്തിയിട്ടുണ്ടോ? ഇടപാടുകളുണ്ടോ? കരാറുകളുണ്ടോ? ഇതൊക്കെ പാലിച്ചിട്ടുണ്ടോ? എല്ലാം അതെ അതെ അതേ എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം ഞങ്ങളിൽ നിന്ന് മുഹമ്മദുമായി ഇപ്പോൾ ഒരു കരാറുണ്ട്, അതെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ചെറിയ ഒരു ബ്ലാക്ക് പറയാനുണ്ടായിരുന്നത് അതായിരുന്നു. ഇതുവരെയുള്ള എല്ലാ കരാറും നടന്നു. രാജാവ് ചോദിക്കുന്നുണ്ട്, അതത്തഹിമൂനഹു ബിൽ കദ്ബി, അദ്ദേഹം കളവ് പറയുമെന്നല്ല, ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കളവ് പറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടോന്നല്ല. അതത്തഹിമൂനഹു ബിൽ കദ്ബി, കളവ് പറയും എന്ന് വല്ല നേരിയ ഊഹമെങ്കിലും നിങ്ങൾക്കുണ്ടോന്നാണ്. കാരണം കളവ് പറയില്ല എന്ന് ഉറപ്പാ. കളവ് പറയോ ഇല്ലേ എന്നുള്ളതിൽ സംശയമുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല. 100% ഉറപ്പുണ്ടാകുമ്പോഴാണ് ഇൽമ്, 50% വീതാകുമ്പോഴാണ് സംശയം, 50-നേക്കാൾ മേലേക്ക് പോകുമ്പോഴാണ് വഹുമുൽ എന്നൊക്കെ വരുന്നത്. തുഹുമത്ത് വെറും തെറ്റിദ്ധാരണയാണ്. വെറും തെറ്റിദ്ധാരണ. രാജാവ് അങ്ങനെ ചോദിക്കുന്നു, ആ തത്തഹിമൂനഹു ബിൽ കദ്ബി, അദ്ദേഹം കളവ് പറയുന്നു, അല്ല തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോന്ന്. അപ്പോൾ പോലും അബൂ സുഫിയാന് പറയേണ്ടി വരുന്നത് ഇല്ല എന്നാണ്. നുബുവത്തിന്റെ അവസാനം ഹിജ്റ പോകുന്ന മുത്തറസൂൽ ഹിജ്റ പോകുന്ന സന്ദർഭം ഒക്കെ പരിശോധിക്കുക. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഏറ്റവും വിശ്വസ്തനായിരുന്നു. എന്തിനാണ് അലിയാര് തങ്ങളെ തൻ്റെ വിരിപ്പ് കിടത്തിയിട്ട് മുത്തറസൂൽ ഹിജ്റ പോകുന്നത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ഇടക്കിടക്ക് അവർ പാളി നോക്കും, ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും, ഇത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടി അലിയാർ തങ്ങൾ അതേ സ്ഥലത്ത് പുതപ്പിട്ട് മൂടിക്കിടന്നു. റസൂലിനെ തൻ്റെ ശിഷ്യന്മാർ സ്വാധീനിച്ച വിധം നമ്മൾ പിന്നീട് പറയേണ്ടതാണ്. കുറേ നേരം ഇങ്ങനെ വാച്ചിൽ വെയിറ്റ് ചെയ്തിട്ട് നോക്കി രാവിലെ 3 മണി ആവാറായി, ഇനി എപ്പോൾ എഴുന്നേൽക്കാനാ, നമുക്ക് കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാമെന്നെങ്ങാനും ആ വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പുതപ്പ് നീക്കാതെ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ നിരവധി കഷ്ണങ്ങളായി മാറുമായിരുന്നു. എന്നാലും വേണ്ട, റസൂൽ തങ്ങൾ രക്ഷപ്പെടണമെന്ന് മഹാനുഭാവൻ വിചാരിക്കുന്നു. ആ ഗുരുവും ശിഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം, മറ്റൊരു ഗുരുവിനെ കുറിച്ച് സൂചനാപരമായി നമുക്ക് സംസാരിക്കണം. ഇതിനു വേണ്ടിയാണ് അലിയാർ തങ്ങളവിടെ കിടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, റസൂലിൻ്റെ കയ്യിൽ ആ മുശ്രിക്കന്മാരെ ഏൽപ്പിച്ച കുറേ വസ്തുവകകളുണ്ടായിരുന്നു, അവരുടെ സ്വത്തുക്കളുടെ പ്രമാണങ്ങളുണ്ടായിരുന്നു, അവരുടെ സമ്പാദ്യങ്ങളുണ്ടായിരുന്നു. ഹബീബായി നബി തങ്ങൾ ദീനുമായി വന്നു എന്നതുകൊണ്ട് പൊറുതികേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹം, പക്ഷേ റസൂലിനെ ഒരു വിധത്തിലും ഉൾക്കൊള്ളാത്ത ആ സമൂഹം വിശ്വസ്തനായി അവിടെ കണ്ടത് റസൂലിനെ തന്നെയാണ്. ഹിജ്റ പോകുന്ന കാലം എന്നൊക്കെ പറഞ്ഞാൽ നുബുവത്തിൻ്റെ 13 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതുവരെ അവർ പോരാട്ടം തന്നെയായിരുന്നു.
പൊറുതികേട് കൊണ്ടും നിവൃത്തികേട് കൊണ്ടാണ് റസൂലുള്ളാഹി മദീനയിലേക്ക് പോകാൻ നിൽക്കുന്നത്. അത്രക്ക് അവർ ശല്യപ്പെടുത്തി. എന്നാലും അവരുടെ മുമ്പിലുള്ള വിശ്വസ്തൻ റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിലുള്ള വിശ്വസ്തൻ റസൂലായിരുന്നു. അപ്പോൾ അവരെ ഏൽപ്പിച്ച കുറേ വദിയത്ത് സ്വത്തുക്കളും അവരുടെ സമ്പാദ്യങ്ങളുണ്ട്. റസൂല് പോയി കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ തിരിച്ചേൽപ്പിക്കണം. അതിനുവേണ്ടി അലിയാർ തങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രജാപവാചകത്വത്തിൻ്റെ മുന്നേ അവിടുത്തെ 35-ാം വയസ്സ് മുതൽ നിരവധിയായ ഘട്ടങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇനിയും നമുക്ക് കുറേ പറയാൻ പറ്റും. റസൂലുള്ളാഹി തങ്ങൾ ഹിജറ പോകുന്ന ഘട്ടത്തിൽ പോലും അവർക്ക് വിശ്വസ്തൻ ഹബീബായ നബി തങ്ങളായിരുന്നു. ഇങ്ങനത്തെ ഒരാൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത ഒരാൾ, ചെറിയ നിസ്സാരമായൊരു വസ്തുവിൻ്റെ ഉപകാരത്തിന് വേണ്ടി ദുന്യാവിൽ വ്യാജവ്യക്തി പറയാത്ത ഒരാൾ, ആഖിറത്തിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച് കള്ളം പറയുമെന്ന് എങ്ങനെ വിശ്വസിക്കണം? പ്രത്യേകിച്ച് തൻ്റെ കൂടെ ജീവിതം നശിക്കുന്നു വരുമ്പോൾ. റസൂലുള്ളാഹി കള്ളം പറഞ്ഞതായിരുന്നു തൗഹീദെങ്കിൽ, റസൂലുള്ളാഹി കള്ളം പറഞ്ഞതായിരുന്നു ഇസ്ലാമെങ്കിൽ, അതിലൂടെ ജീവിച്ച് ഹബീബായ റസൂൽ തങ്ങൾക്ക് നഷ്ടം നേരിടേണ്ടി വരും. എന്തിന്? തൻ്റെ പ്രിയപ്പെട്ട മകൾ, ഹൃദയത്തിൻ്റെ കഷ്ണം ഫാത്തിമ ബീവിക്ക് നഷ്ടം വരേണ്ടി വരും. തൻ്റെ ഭാര്യമാർ, തൻ്റെ പേരക്കുട്ടികൾ, ഹബീബായ റസൂൽ വല്ലാതെ സ്നേഹിച്ച തൻ്റെ സഹാബിവര്യന്മാർ, എല്ലാവർക്കും നഷ്ടം വരും. എല്ലാവരും തോറ്റുപോകും, എല്ലാവരും പരാജയപ്പെടും. റസൂലുള്ളാഹി തങ്ങൾ സ്വന്തം നിർമ്മിച്ച വിരുദ്ധമായ വിജയത്തിന് പറ്റാത്തൊരു സംഗതിയാണ് ഇസ്ലാമെങ്കിൽ താൻ സ്നേഹിക്കുന്നവരൊക്കെയും പരാജയപ്പെട്ടു. എന്നിരിക്കെ റസൂൽ കള്ളം പറയുമെന്ന് ബുദ്ധി ഇത്തിരിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് ജീവിച്ചു. അറിയാലോ, സൂറത്തു ആൽ ഇംറാന്റെ 61-ാമത്തെ വചനം മുബാഹലയെക്കുറിച്ച് പരാമർശമുണ്ട്. അത് എന്താ മുബാഹല? 2 ടീം ഒരുമിച്ച് കൂടുക, പരസ്പരം ശാപപ്രാർത്ഥന നടത്തുക. ആരുടേതാണ് ശരിയെങ്കിൽ മറ്റേ ടീം നശിക്കട്ടെ എന്ന് 2 ടീമും പ്രാർത്ഥിക്കുക. അങ്ങനെ മുബാഹലയ്ക്ക് വെല്ലുവിളിക്കുന്നുണ്ട് ശത്രുക്കൾ. ഹബീബായ റസൂൽ അത് സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തോടുകൂടെ മുബാഹല എന്ന് പറയുന്ന പരിപാടി പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് മുബാഹല നടത്താമെന്ന് ആ പറയുന്നൊരു പ്രയോഗം സൂറത്തു ആൽ ഇംറാന്റെ 61-ാമത്തെ വചനം. പ്രിയപ്പെട്ട സഹോദരന്മാർ, പണ്ഡിതന്മാർ, മുതാലിമീങ്ങൾ ആലോചിച്ച് നോക്കുക. ക്രൈസ്തവ ഫാദർമാരായിരുന്നു മുബാഹലയ്ക്ക് പരസ്പര ശാപ പ്രാർത്ഥനയ്ക്ക് വെല്ലുവിളിച്ചത്. അവരെത്തി. വലിയ പുരോഹിതനും ചെറിയ പുരോഹിതരും എല്ലാവരും എത്തി. മറുവശത്ത് മുഹമ്മദുർ റസൂൽ വരാനിരിക്കുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരേന്ന് വരുന്നത് വലിയ ഫാദറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ, ഭാര്യമാർ, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും സംഘം ചേർന്ന് വരുന്നു. അദ്ദേഹം പറഞ്ഞു, താൻ പറയുന്ന കാര്യത്തിൽ മുഹമ്മദിന് അത്രമേൽ ധൈര്യവും സത്യസന്ധതയും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് ഈ മക്കളെയും ഭാര്യമാരെയും പേരക്കുട്ടികളെയും കൂട്ടി വരുന്നത്. ഇദ്ദേഹവുമായി ഈ മുബാഹലക്ക് നിന്നാൽ നമ്മുടെ കുലം മുടിഞ്ഞു പോകും. അദ്ദേഹം എസ്കേപ്പായി, അദ്ദേഹം രക്ഷപ്പെട്ടു. ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി. കാരണം ഹബീബോർക്ക് അത്രമേൽ വിശ്വാസമായിരുന്നു താൻ പറയുന്ന കാര്യത്തിൽ. തനിക്ക് വഹയി നൽകിയ പടച്ച റബ്ബിൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു. ആ ധൈര്യത്തിൻ്റെ പുറത്താണ് മക്കളെ കൂട്ടണത്, പേരക്കുട്ടികളെ കൂട്ടണത്. ശാപ പ്രാർത്ഥനക്കാണ് വരുന്നത്. 2 ടീമും ശപിച്ചു പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നത് സത്യസന്ധമാണെന്ന് 100-ലപ്പുറം ശതമാനം കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താൻ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളെ, ഭാര്യമാരെ, പൗത്രരെ, തൻ്റെ അടുത്ത അനുയായികളെ കൂടെ കൂട്ടാൻ ഒരു തടസ്സം ഉണ്ടായില്ല. അപ്പം താൻ പ്രചരിപ്പിക്കുന്ന ആദർശം നിർമ്മിതമാണെങ്കിൽ, തന്നാൽ ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ, ഇതുകൊണ്ട് നാശം ഉണ്ടാക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അറിയും. മറ്റാർക്കും അറിയില്ലെങ്കിലും റസൂലുള്ളാഹി തങ്ങൾക്കത് ശരിക്കറിയും. കാരണം ഓറാണത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഞാൻ ഇവരുടെ വാദമാണ് പറയണത്. അങ്ങനെയെങ്കിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിലകൊള്ളുകയോ തൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും അനുയായികളെയും അതിലേക്ക് ക്ഷണിക്കുകയോ ഇല്ല. അത് ചെയ്തു. എന്നല്ല, അതിനുവേണ്ടി അവിടുന്ന് അധ്വാനിച്ചു. താൻ ഈ ആദർശവുമായി കടന്നു വന്നത് ഭൗതികമായി വല്ല താല്പര്യത്തിനാണെങ്കിൽ, സമ്പത്ത് നേടാൻ, അധികാരം നേടാൻ,
അല്ലെങ്കിൽ മനോഹരികളും സുന്ദരികളുമാവുന്ന സ്ത്രീകളെ നേടിയെടുക്കാനാണെങ്കിൽ മുത്തറസൂലിനെ വല്ലാതെ സഹായിച്ച അബൂ ത്വാലിബിനെ തന്നെ ഉപയോഗപ്പെടുത്തി ശത്രുക്കൾ അങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. നിന്നെ ഞങ്ങളുടെ നേതാവാക്കാം, അതിന് ഏറ്റവും യോഗ്യൻ നീയാണ്, ഏറ്റവും നല്ല സത്യസന്ധൻ നീയാണ്, ഉന്നത കുലജാതനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെക്കുറിച്ച് 100 നാക്കാണ്, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാം, നേതാവാക്കി വെക്കാം. അവർ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സമ്പത്താണോ ആഗ്രഹം, നിന്റെ മുറ്റം നിറയെ ഞങ്ങൾ സ്വർണം കൂട്ടിവെക്കാം. സ്ത്രീകളാണോ നിനക്ക് ആഗ്രഹം, നിരവധിയായ യുവതികളെ നിനക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കാം. ഈ ഇസ്ലാമിക ദഅവത്തൊന്ന് നിർത്തണം. വികാരഭരിതനായി മുത്തറസൂൽ പറഞ്ഞു, പ്രിയപ്പെട്ട പിതൃവ്യരെ, എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല, മാറാനാവൂല എന്നർത്ഥം. ഈ ബോധ്യത്തിലാണ് മുത്തറസൂൽ സമൂഹത്തെ അതിലേക്ക് ക്ഷണിച്ചത്. എന്നിട്ട് എത്രമേൽ പീഡനങ്ങൾ സഹിച്ചു. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കുക. നമ്മൾ രാജാവാകാൻ പറ്റും, വലിയ സമ്പന്നനാവാം, ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായൊക്കെ ധാരാളമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സന്തോഷിച്ച് ആർമാദിച്ച് ജീവിക്കാം. ഒന്ന് മാത്രം ചെയ്താൽ മതി, ഈ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കണം. ഹബീബ് പക്ഷെ എന്താ ചെയ്തേ? ധാരാളമായി സഹിച്ചു. പറയാൻ പറ്റൂല നമുക്ക്. അമ്മാവന്മാരുടെ നാടാ ത്വായിഫ്. അങ്ങോട്ടൊന്ന് പോകാന്ന് കരുതി രക്ഷ തേടിയിട്ട് കഠിനമായി ആക്രമിച്ചു. അങ്ങാടി പിള്ളേരെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. തളർന്ന് കലങ്ങിയ മനസ്സും കണ്ണുമായി ഒരു തോട്ടത്തിൽ പോയിരുന്നു ഹബീബ് ഓർത്തങ്ങൾ. പാറാവുകാരൻ അദ്ദാസ് വരുന്നുണ്ട്. അദ്ദേഹം ഇത്തിരി വെള്ളം കൊടുക്കുന്നുണ്ട്. സുല്ലായി തങ്ങൾ അദ്ദാസിനോട് നാട് ചോദിക്കുന്നു. അദ്ദാസ് പറഞ്ഞു, നീനുവയിലാണ് ഞാൻ ജനിച്ചത്. റസൂലുള്ളാഹി ഉടനെ പറയുന്നത്, എൻ്റെ പ്രവാചക സഹോദരൻ യൂനുസ് ബിൻ മത്തായിയുടെ നാട്. എൻ്റെ പ്രവാചക സഹോദരൻ യൂനുസ് ബിൻ മത്തായിയുടെ നാട്. അദ്ദാസ് അത്ഭുതപ്പെട്ടു. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നു, ഒരാൾ പോലും എൻ്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ യൂനുസ് നബിയെ കുറിച്ച് പറയണത് കേട്ടിട്ടില്ല. എങ്ങനെയാമോ ഈ ആൾക്ക് ഈ വിവരം കിട്ടിയത്? അദ്ദാസ് അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് വരുന്നു. ഞാൻ ഈ കഥ പറയാൻ കാര്യം എന്താണെന്നറിയാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദാസിൽ നിന്ന് പൂർവിക ഗ്രന്ഥങ്ങളിലെ കഥകളൊക്കെ പഠിച്ചു വന്നിട്ട് അത് ഖുർആനായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളൊരു വിമർശനമുണ്ട്. റസൂലിനെ കണ്ട മാത്രയിൽ വിശ്വസിച്ച ആളാണ് ഈ അദ്ദാസ്. എന്നിട്ട് അദ്ദാസ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ബൈബിളിലെ കഥ പറഞ്ഞുതരാം. പിന്നെ അദ്ദാസ് കൂടെ നിൽക്കുമോ എന്ന് ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്ന്. വിസ്തരിക്കാൻ ടൈമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അദ്ദാസാണ് റസൂൽ തങ്ങൾക്ക് പൂർവിക ഗ്രന്ഥങ്ങളിലെ ചരിത്രം പറഞ്ഞു കൊടുക്കണതെങ്കിൽ അതേപ്രകാരം വറഖത്ത് ബിൻ നൗഫലിനെ സമീപിച്ചു റസൂൽ തങ്ങൾ. ഖദീജ ബിയെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി റസൂലിനെ ആശ്വസിപ്പിച്ചു. 2 പ്രാവശ്യം മാത്രം അവർ മീറ്റ് ചെയ്തു. ഒന്ന് ആ സന്ദർഭം. രണ്ടാമത്തേതൊരു യാത്രാമധ്യേ മഹാനായ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ തങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമായി എന്നാണ് മുഅ്തമദായ അഭിപ്രായം. ആ ഒരു 2 കാഴ്ചയിൽ മഹാനായ വറഖത്ത് ബിൻ നൗഫൽ മുത്തറസൂൽ തങ്ങൾക്ക് വേദങ്ങളിലെ പൂർവ്വവേദങ്ങളിലെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. റസൂൽ അതൊക്കെ കൊണ്ടുവന്ന് ഇസ്ലാമിലേക്ക് ചേർക്കുന്നു, ഖുർആനിൽ അവതരിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കണം. റസൂലിനെ ആദ്യമായി കാണുമ്പോൾ ഖദീജ ബീവി കയ്യും പിടിച്ചിട്ട് വറഖത്ത് ബിൻ നൗഫലിനെ സമീപിക്കുമ്പോൾ ഇതാണ് പൂർവികരാകുന്ന പ്രവാചകന്മാർക്ക് മൊത്തം വന്ന സുവിശേഷക്കാരനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് വറഖത്ത് ബിൻ നൗഫൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അന്നല്ല, അങ്ങയെ ഈ സമൂഹം സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറന്തള്ളുമ്പോൾ ഞാൻ ശക്തനായുണ്ടെങ്കിൽ അങ്ങയെ സഹായിക്കാൻ മുന്നിലുണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട്. നിഷ്കപടമായി മുത്തറസൂൽ ചോദിക്കുന്നു, അവ മുഖ്രിജുയ്യ, അവരെന്നെ പുറത്താക്കുമെന്ന് നിഷ്കപടമായിട്ട്. അവിടത്തേക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും വരുന്നില്ല. കാര്യം അവർക്ക് വേണ്ടി ഒരു ദോഷവും ചെയ്യുന്നില്ല. ഇതുവരെ അവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ ഉള്ളൂ, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ടും അവരെന്നെ പുറത്താക്കുന്നു. അവ മുഖ്രിജുയ്യ, അവരെന്നെ പുറത്താക്കുമോ? വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതേ പുറത്താക്കും. എല്ലാ പ്രവാചകന്മാരും അത് സഹിച്ചിട്ടുണ്ട്, അങ്ങും അത് സഹിക്കേണ്ടി വരും. ബുദ്ധി ഇത്തിരിയെങ്കിലുള്ള ആളുകളൊന്ന് ഉറക്കെ ചിന്തിച്ചു നോക്കുക.
മുത്തറസൂലിനെ കാണുന്ന മാത്രയിൽ ഇത്രയൊക്കെ പറഞ്ഞ് നബിയെ വരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ വറഖത്ത് ബിൻ നൗഫൽ പിന്നൊന്ന് വരിട്ടാ, ഒരു ഖുർആനൊക്കെ വേണം, അതിന് വേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ഒരു ഖുർആനൊക്കെ വേണ്ടതുണ്ട്, അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള പൂർവിക ഗ്രന്ഥങ്ങളിലെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാട്ടാ എന്ന് പറഞ്ഞാൽ വറക്കറിയില്ലേ മുഹമ്മദ് റസൂൽ തട്ടിപ്പാണെന്ന്, ഖുർആൻ മുഹമ്മദ് നബി അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചുണ്ടാക്കുന്നതാണെന്ന് അറിയില്ലേ? വറക്കെങ്കിലും അറിയില്ലേ? പിന്നെ അദ്ദേഹം അങ്ങയെ പുറത്താക്കുന്ന സമയം ഞാനുണ്ടെങ്കിൽ വളരെ ശൂരത്വത്തോടുകൂടെ അങ്ങയ്ക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്നു പറയാമോ? ഇതാണ് മൂസാ നബി അടക്കം എല്ലാ പ്രവാചകന്മാർക്കും വഹയുമായി വന്ന അർ-റൂഹുൽ ഖുദുസ്, വിശുദ്ധാത്മാവ് എന്ന് നബിതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വറക്ക പറയോ? ഒരിക്കലും പറയില്ല. വറക്ക അങ്ങനെ പറഞ്ഞു. അപ്പൊ രണ്ടുപേരിൽ നിന്നാണ് നബിതങ്ങൾ ഇതൊക്കെ കട്ടെടുത്തതെന്ന് പറയുന്ന രണ്ടും അവിടെ വെച്ചിട്ട് പൊളിഞ്ഞു പോവാണ്. ഒന്ന് അദ്ദാസ്, രണ്ടാമത്തത് വറക്ക. രണ്ടുപേരും റസൂലിനെ കാണുന്ന മാത്രയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു ടീമിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ വറക്കയെ പിന്നെ സമീപിക്കുന്നു. റസൂൽ രാത്രി തലയിൽ മുണ്ടൊക്കെ ഇട്ട് സമീപിക്കുന്നു. പിന്നെ വന്നതേ ബൈബിളിലെ കുറച്ച് കഥ കിട്ടണം. അതെന്തിനാ? ഞാൻ ഇറക്കണ ഖുർആൻ ലൈ ചേർക്കാനാണ്. വറക്ക ഇറങ്ങിപ്പോകാൻ പറയില്ലേ? ഞാൻ നിങ്ങൾക്ക് ശക്തമായി പിന്തുണ തരുന്നെങ്ങാണ്ട് പറയൂ. ഇവിടെ വെച്ച് മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ഇനി ഈ ലോകം അവസാനിക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അതുവരെയും സമൂഹത്തെ നയിക്കാനുള്ള വേദം പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ഫത്വൽ മഈനാണ്, നമ്മുടെ മിഷ്കാത്തും നമ്മുടെ ബുഖാരിയുമാണ്. എൻ്റെ ഇടയ്ക്ക് ഒരു നബി വരാനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകരാണെന്ന് 33-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കൃത്യമായി റബ്ബ് തആല വിശദീകരിക്കുന്നുണ്ട്. ഖാത്തമുൻ നബിയീൻ, അവസാന പ്രവാചകരാണ്. ഈ റസൂൽ തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിൻ്റെ പ്രവാചകരാകയാൽ അവിടുത്തെ പ്രവാചകത്വം തെളിയിക്കുന്ന ഒരു മുഅ്ജിസത്ത് അതുവരെയും നിലനിൽക്കണം. അതാണ് മറ്റു പ്രവാചകന്മാരുടെ മുഅ്ജിസത്തൊക്കെ ആ കാലത്തോടുകൂടെ അവസാനിച്ചു പോയെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് റബ്ബ് തആല തന്നെ ഏറ്റെടുക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ഹിജ്റിന്റെ 15-ാമത്തെ വാക്യം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനത് സംരക്ഷിക്കും. നമ്മളൊന്ന് പരിശോധിക്കാം മുത്ത് റസൂലിൻ്റെ ജീവിതം. അവിടുന്ന് ജനിക്കണേൻ്റെ മുമ്പ് പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു 5-5.5 വയസ്സ് 6 വയസ്സിൻ്റെ അടുത്താകുമ്പോൾ സ്കൂളിലും മദ്രസിലൊക്കെ ചേർക്കേണ്ട സമയമാകുമ്പോൾ പ്രിയപ്പെട്ട മാതാവും മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ഒരു വിജ്ഞാന സംരംഭങ്ങളിലും ഏർപ്പെട്ടില്ല. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി. ആടിനെ മേയ്ക്കാൻ പോയി. 25-ാം വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കച്ചവടത്തിന് നേതൃത്വം വഹിക്കേണ്ടി വന്നു. സമ്പൂർണ്ണ നിരക്ഷരരായി അവിടുന്ന് വളർന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 157-ാം വാക്യം, അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരരാകുന്ന റസൂലിനെ പിന്തുടരുന്നവർ. ഉമ്മി, നിരക്ഷരൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയുടെ 2-ാമത്തെ വാക്യം, അല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷരർക്ക് അവരിൽ നിന്നുള്ള പ്രവാചകനെ നിയോഗിച്ച റബ്ബ്. നിരക്ഷരനാകുന്ന പ്രവാചകൻ. എന്തിനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നിരക്ഷരനായത്? ഒരു പുസ്തകവും വായിക്കാതിരുന്നത്, ഒരക്ഷരം പോലും എഴുതാതിരുന്നത്. സൂറത്തുൽ അങ്കബൂത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ഇർതാബൽ മുബ്തിലൂൻ. അങ്ങതിൻ്റെ മുമ്പൊരക്ഷരം എഴുതിയിട്ടില്ല, ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. അല്ല എങ്കിൽ പ്രശ്നകാരികൾക്ക് സംശയിക്കാമായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിത്യനൂതന മുഅ്ജിസത്താകുന്ന പരിശുദ്ധ ഖുർആൻ വിജ്ഞാനം കൊണ്ടാണ് സമൂഹത്തെ വെല്ലുവിളിച്ചത്. സാഹിത്യം കൊണ്ടും അതിൻ്റെ പെരുമ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടുമാണ് വെല്ലുവിളിച്ചത്. ഹബീബായ റസൂൽ നന്നായിട്ട് പഠിച്ച ഒരാളായിരുന്നെങ്കിൽ, അറബി ഭാഷയിൽ 4-5 PhD ഒക്കെ ഉണ്ടെങ്കിൽ, റസൂൽ ഒരു പുസ്തകമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും റസൂൽ രചിച്ചതാൻ സമൂഹം വിമർശിക്കും. ഇതല്ല ഇർതാബൽ മുബ്തിലൂൻ, വിമർശിക്കും. അത് വിമർശിക്കാതിരിക്കാൻ വിജ്ഞാനത്തിൻ്റെ സാധ്യതകൾ കൊട്ടിയടച്ച അള്ളാഹുവിൻ്റെ റസൂലിനെ പടച്ച റബ്ബ് വളർത്തിക്കൊണ്ടുവന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ എഴുത്തുകാരനല്ലായിരുന്നു. ഹിജ്റയുടെ 6-ാം വർഷം ഹുദൈബിയ സന്ധി നടക്കുന്നു.
പിന്നെ മുത്തറസൂൽ 3.5 വർഷമാണ് ജീവിച്ചത്. ഹുദൈബിയ സന്ധി നടക്കുന്നു. ഹുദൈബിയ സന്ധിയുടെ കരാർ റസൂൽ തങ്ങൾക്ക് വേണ്ടി എഴുതിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടുന്ന് കരാർ എഴുതുന്നത് എങ്ങനെ? മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി, റസൂലുള്ളാഹി ആകുന്ന മുഹമ്മദിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾ പ്രശ്നം ഉണ്ടാക്കി. മുഹമ്മദ് റസൂലുള്ളാഹി ആണെന്ന് അംഗീകരിച്ച ഈ കരാറിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അവർ. പിന്നെ നമുക്ക് പോരാട്ടം നടത്തേണ്ട കാര്യമുണ്ടോ? മുഹമ്മദ് റസൂലാന്ന് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതുവരെയും ബദറിലും ഉഹദിലും ഒക്കെ നിത്യമായി പോരാടിക്കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അവിടുന്ന് പ്രതിപക്ഷത്തെ മാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി എന്നുള്ളത് വെട്ടിക്കളയാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അത് വെട്ടിക്കളയാൻ അലിയാർ തങ്ങളോട് പറഞ്ഞു. ബഹുമാനാതിരേകത്താൽ സ്നേഹത്തിൻ്റെ വലിയൊരു പാലാഴിയിൽ മുത്തറസൂലിനെങ്ങനെ ഊട്ടിയെടുക്കുന്ന കാരണത്താൽ അലിയാർ തങ്ങളുടെ കൈ വറച്ചു. റസൂലുള്ളാഹി എന്നുള്ളത് വെട്ടൂല എന്ന് പറഞ്ഞു മൂപ്പർ. ഞാനത് തൊടൂല എന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തെ മാനിച്ചു വേണം കരാറുണ്ടാക്കാൻ എന്ന് മുത്തറസൂൽ തീരുമാനിച്ചതിനാൽ അവിടുന്ന് പറയുന്നുണ്ട്, അരിനി മക്കാനഹു, ആ റസൂലുള്ളാഹി എന്നുള്ള സ്ഥലം ഒന്ന് കാണിച്ചു തരൂന്ന്. ആ റസൂലുള്ളാഹി എന്നുള്ള സ്ഥലം ഒന്ന് കാണിച്ചു തരൂ. അലിയാർ തങ്ങൾ കാണിച്ചു കൊടുത്തു. ദേ ഇരിക്കണ റസൂലുള്ളാഹി. ഫമഹാഹു, അള്ളാഹുവിൻ്റെ റസൂൽ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് അത് മായ്ച്ചു കളഞ്ഞു. ആ സ്ഥാനത്ത് ഫകതബ, ബുഖാരി ഷരീഫിലെ ഹദീസ് അങ്ങനെയാണ്. ഫകതബ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ വിശദീകരിക്കുന്നു, ഐ അമറലിൽ അലിയി ബിൽ കിതാബത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളോട് എഴുതാൻ പറഞ്ഞു. ഇബ്നു അബ്ദില്ലാഹി മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി. അതിലവർക്ക് എതിർപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിയല്ല എന്ന് പോലും വിമർശനമുണ്ട് നമ്മുടെ നാട്ടിൽ യുക്തിവാദികൾക്കിടയിൽ. പണ്ടങ്ങാണ്ട് ഒരു ഓറിയലിസ്റ്റ് പണ്ഡിതൻ നിർമ്മിച്ചു വെച്ചൊരു പച്ചപ്പൊള്ളാണ്. അന്നു മുതൽ ഇതുവരെ മുസ്ലിം പ്രബോധകന്മാർ അതിന് ഉത്തരം പറഞ്ഞതുമാണ്. മുത്തറസൂലിനോടൊപ്പം ജീവിച്ച ആളുകൾക്ക് അതിൽ തർക്കമില്ലായിരുന്നു. റസൂലുള്ളാഹി എന്നുള്ളത് വെട്ടണം, അല്ലെങ്കിൽ നമ്മളെ കരാറിൻ്റെ ആവശ്യമില്ല. അലിയാർ തങ്ങൾ വെട്ടൂല എന്ന് പറഞ്ഞപ്പോൾ മുത്തറസൂൽ ആ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ട് അലിയാർ കാണിച്ചു കൊടുത്ത ആ 2 പദങ്ങൾ വെട്ടിക്കളയുന്നു. എന്നിട്ട് അവിടെ എഴുതാൻ വേണ്ടി കൽപ്പിക്കുന്നു, ഇബ്നു അബ്ദില്ലാഹി മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി. കത്തബ എന്നാണ് പ്രയോഗത്തിലുള്ളത്. റസൂൽ എഴുതി അങ്ങനെ തോന്നരുത് നിർത്തിയിട്ടാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അമറ ബിൽ കിതാബത്തി എന്ന് ഷറ കൊടുക്കുന്നത്. എങ്കിലേ ആ പദവും അതിൻ്റെ മുന്നിലുള്ള പദവും നമ്മൾ യോജിച്ചു പോവുള്ളൂ. റസൂലുള്ളാഹി എന്ന് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എവിടെയാണ് അത് എനിക്ക് കാണിച്ചു തരുമെന്ന് പറയേണ്ടി വരുന്നത്. അപ്പം നേരാമണ്ണത് അറിയെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ട് ഇതാണ് കേട്ടോ അത് രണ്ടൊന്നും മനസ്സിലാക്കിയിട്ട് വെട്ടേണ്ട കാര്യമൊന്നുമില്ല. റസൂലുള്ളാഹി എഴുതി എന്ന് വെക്കുകയാണെങ്കിൽ ആ പറഞ്ഞ ചോദ്യമൊക്കെ അപ്രസക്തവും. നിങ്ങളെന്നെ തുടരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹി എവിടെയാണ് റസൂലുള്ളാഹി എന്ന് ചോദിക്കുന്നുണ്ട്. അത് വായിക്കാൻ കഴിയുമെങ്കിൽ അത് വെട്ടിയിട്ട് അവിടെ ഇബ്നു അബ്ദില്ലാ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ചെയ്താൽ മതി. എനിക്ക് ആ പദം ഒന്ന് കാണിച്ചു തരും, ഞാൻ വായിക്കട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാ പണ്ഡിതന്മാരും കത്തബായി അമറ ബിൽ കിതാബത്തി എന്ന് ഷറഹ് എഴുതുന്നത്. ഹുദൈബിയ സന്ധികാലത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതാൻ അറിയില്ലായിരുന്നു എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യം. റസൂലുള്ളാഹി വഫാത്താകോളം അങ്ങനെയായിരുന്നു എന്ന് ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി അങ്ങനെ ആയിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ? അതൊരു ഐബല്ലേ എന്ന് ചോദിച്ചാൽ അത് ഐബല്ല, വളരെ മനോഹാരിതയാണ്. കയ്യും കാലൊന്നും ഇല്ലാത്ത ഒരാൾ തെങ്ങ് കയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണത്. തീരെ എഴുത്തറിയാത്ത ഒരാൾ വലിയ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി എന്ന് പറഞ്ഞാൽ തീർച്ചയായും റബ്ബുമായിട്ട് ആ വ്യക്തിയുടെ കണക്ഷൻ ശക്തിപ്പെടുന്നു. പിന്നെ എങ്ങനെ ഇത് കിട്ടണമെന്നുള്ളത് ബോധ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിജ്ഞാനമുണ്ട്. അത് എഴുതി പഠിച്ചതല്ല, നോട്ടുക്കിൽ കാണാതെ പഠിച്ചതല്ല, ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് വായിച്ചതല്ല. അതിനാണ് എഴുത്ത് വേണ്ടത്, അതിനാണ് വായനാക്ഷമത വേണ്ടത്. അള്ളാഹു വലിയ ഇൽമു കൊടുത്ത് റസൂലിനെ അനുഗ്രഹിച്ചു. അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇമാം സാവിയുടെ ഇബാറത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ഉസ്താദുമാരുടെയൊക്കെ. ലം യന്തഖിൽ മിനദ്ദുനിയ ഹത്താ യഅലമുഹുല്ലാഹു ജമീഅൽ മഗീബാത്തി. എല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ദുന്യാവിൽ നിന്ന് നീങ്ങുന്നതിൻ്റെ മുമ്പ്. അവിടത്തേക്ക് എല്ലാ ഭാഷകളും അറിയാം എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഭാഷയും അറിയുന്നു.
ആണ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഷഅർ മുബാറക്ക് ഇത്തിരി നീണ്ടു എന്ന് പറയുമ്പോഴത്തേന് നിങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കണില്ലേ? ആ ബുദ്ധി എവിടെങ്കിലും പണയം വെച്ചതാണ്. ഇത് റസൂലാണ്, നീളും. അത് റസൂൽ തങ്ങളുടെ ഷഅറാണ്, നീണ്ടിരിക്കും. നീളണമെന്ന് കണ്ടീഷനൊന്നുമില്ല. നീളുമ്പോഴേക്ക് ബേജാറ് പിടിക്കരുത്. അക്ഷരം എഴുതാൻ അറിയാതെ, ഒരു പുസ്തകം പോലും വായിക്കാൻ അറിയാതെ, അങ്കബൂത്തിന്റെ 48 ഞാൻ ഉദ്ധരിച്ചല്ലോ, വലാ തഖുത്തുഹു ബിയമീനിക്, ഒരക്ഷരം എഴുതിയിട്ടില്ല. ഒരു കിതാബും തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ്, ഒരു പുസ്തകവും അങ്ങ് മുമ്പ് വായിച്ചിട്ടില്ല. എന്നിട്ട് ഇൽമായോ ആയി. എത്ര ഇൽം, ജമീഅൽ മഗീബാത്ത്. ക്ഷമിക്കണം, മുഅ്മിനീങ്ങളത് പറയും. റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ശരീരഭാഗങ്ങൾ കൊണ്ട് ബറക്കത്തെടുക്കുന്ന മുഅ്മിനീങ്ങളെ പുച്ഛിച്ച് ഓ അബ്ദുള്ളൊക്കെ പണ്ട് പറഞ്ഞു നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ചിലതൊക്കെ സഹീഹായ ഹദീസുകളിൽ കാണും. ഞങ്ങളത് എടുത്തു ചാടലാണെന്ന്. വിശ്വാസിക്ക് എടുത്തു ചാടാൻ പറ്റൂല, അവിടെ കുത്തിയിരിക്കും അവൻ. അതാണ് വിശ്വാസി. എടുത്തു ചാട്. റസൂൽ തങ്ങളുടെ ഷെയർ മുബാറക് കൊണ്ട് ബർക്കത്തെടുക്കുന്ന ഹദീസ് കാണുമ്പോഴേക്ക് എടുത്തു ചാട്. വിശ്വാസി അവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കും, അതിന് കാവൽ നിൽക്കും. കണ്ണൊരു മിഴി അടക്കാതെ അവൻ ആ ഷെയർ മുബാറക്കിന്റെ ആദർശത്തിന് വേണ്ടി ജീവൻ ത്യജിക്കും. ഇതാ വിശ്വാസി. റസൂലുള്ളാഹി തങ്ങൾ എല്ലാ ഭാഷയും സംസാരിക്കുമായിരുന്നു. അതേന്ന് ബാബു മൻ തക്കല്ലമ ബിൽ ഫാരിസിയ, ബുഖാരി ഷരീഫിൽ അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട്. ഫാരിസി ഭാഷയിൽ സംസാരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹെഡിങ്ങിന് തൊട്ട് താഴെ ഇമാം ബുഖാരി തങ്ങൾ ഒരു ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. മാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി. ഏതൊരു പ്രവാചകനെയും ആ സമൂഹത്തിന്റെ ഭാഷയിലാണ് നാം നിയോഗിച്ചിട്ടുള്ളത് എന്നത്. ഹെഡിങ് ബുഖാരി ഷരീഫിലെ ഹെഡിങ് എന്താണ്? ഫാരിസി ഭാഷയിൽ സംസാരിച്ച റസൂൽ. ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ആയത്ത് എന്താണ്? ഏതൊരു പ്രവാചകനെയും സമൂഹത്തിന്റെ ഭാഷയിലാണ് പറഞ്ഞയച്ചത് എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം എങ്ങോട്ടായിരുന്നു? സൂറത്തുൽ അറാഫിന്റെ 158 വചനം, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. എല്ലാവരിലേക്കുമാണ് റസൂലിന്റെ നിയോഗം. സൂറത്തുൽ അംബിയാന്റെ 107 വാക്യം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകം, മഹാപ്രപഞ്ചം, അതിലേക്ക് ആകമാനം റസൂൽ നിയോഗിക്കപ്പെടുന്നു. നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിന്റെ ഭാഷയിലായിരിക്കും റസൂലിന്റെ ആഗമം എങ്കിൽ എല്ലാ ഭാഷയും റസൂലിനറിയും. നമ്മൾ നിർദ്ധരിക്കുന്നതല്ല. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫതഹുൽ ബാരിയിൽ ഈ രണ്ട് സംഗതിയും മുന്നിൽ വെച്ചുകൊണ്ട് എഴുതുന്നു. കഅന്നഹു യുശീറു ഇലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമു ജമീഅൽ ലുഗാതി. കഅന്നഹു യുശീർ, ബുഖാരി തങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ, ഇലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരു യഅലമു ജമീഅൽ ലുഗാതി, എല്ലാ ലുഗത്തുകളെയും അറിയുന്നവരാകുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുത്ത് റസൂൽ നിരക്ഷരനായിരുന്നു എന്ന്. അത്താ അൽ വഫാത്തി, അവിടുത്തെ മരണം വരെയും. ഇതുകൊണ്ടാണ് അവിടുത്തെ ഖുർആൻ വലിയ മുഅ്ജിസത്തായിട്ട് മാറുന്നത്. നിരക്ഷരനാകുന്ന ഒരാൾ കൊണ്ടുവന്ന ഒരു പുസ്തകം, അതിലൊരു തെറ്റുമില്ല, ഒരു വൈരുദ്ധ്യമല്ല. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ 5 വർഷം കൂടുമ്പോഴേക്ക് പരിഷ്കരിക്കും. എന്തുകൊണ്ട്? അപ്പോഴേക്ക് ശാസ്ത്രത്തിന്റെ വികാസം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടാകും. പഴയ തിയറികൾ കുറെ തിരുത്തേണ്ടി വന്നിട്ടുണ്ടാകും. ഞാനൊക്കെ പഠിച്ച കാലത്ത് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു ശാസ്ത്ര ലോകത്ത്. നമ്മുടെ പിള്ളേർ പഠിക്കുമ്പോൾ 8 ഉള്ളൂ. അന്നത്തെ ഓർമ്മ വെച്ചിട്ട് കുട്ടി 8 ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ തിരുത്താൻ നിൽക്കരുത്. തന്തവൈബാന്ന് പറയാം അവര്. തിരുത്താൻ നിൽക്കരുത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് പ്ലൂട്ടോ ഗ്രഹങ്ങളിലാണ്. ഇപ്പൊ പ്ലൂട്ടോ ഗ്രഹമല്ല, മാറിപ്പോയി. നമ്മൾ ആലോചിച്ച് നോക്കൂ, അന്ന് ഗ്രഹങ്ങൾ എത്ര എന്നുള്ള ചോദ്യത്തിന് 8 എന്ന് ഉത്തരം പറഞ്ഞിട്ട് തല്ലുകൊണ്ട് എത്ര കുട്ടികളുണ്ടാവും? ടീച്ചറേക്കാൾ ദീർഘവീക്ഷണമായിരുന്നു അവർക്ക്. ടീച്ചർ ആ പുസ്തകം നോക്കി പറഞ്ഞു കൊടുത്ത്, പക്ഷെ അവർക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ആ ടീച്ചറെ കാണുകയാണെങ്കിൽ 2000 പ്രാവശ്യം എംപോസിഷൻ എഴുതിപ്പിക്കേണ്ടി വരും. ആ കുട്ടി മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അതുകൊണ്ടാണ് 5 വർഷം കൂടുമ്പോഴേക്ക് ശാസ്ത്ര പുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നത്. മുത്ത് റസൂൽ പരിശുദ്ധ ഖുർആനുമായിട്ട് വന്നിട്ട് നോക്കുങ്ങള്, ഇത് 1500-ാം ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നത്, ആനന്ദിക്കുന്നത്. അതിൽ നിന്ന് 40 കുറച്ചാൽ അത്രയാണ് ഖുർആൻ ഇറങ്ങിയ കാലം.
അന്നിറങ്ങിയ ഖുർആനിലെ ഒരൊറ്റ പദം പോലും ഈ ആധുനാധുന കാലത്തെ ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഒന്നിനോട് പോലും വിരുദ്ധമല്ല. റസൂലുള്ളാഹി ആരോടൊക്കെയോ സോപ്പടിച്ച് കുറച്ച് ഇൽമൊക്കെ നേടി വന്ന് അത് ഖുർആനായി അവതരിപ്പിക്കാതിരുന്നെങ്കിൽ എന്തായിരുന്നു ഖുർആൻ്റെ ഒരു ദയനീയത? ഉദാഹരണമായിട്ട് അന്നൊരു നല്ല ബയോളജി പണ്ഡിതനുണ്ടായിരുന്നു, ഒരു ബയോളജി മാഷുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വകാര്യമായിട്ട് മൂപ്പരെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് ബയോളജി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എനിക്ക്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചു. ഗർഭം ഉണ്ടാകുന്നത് അതൊക്കെ ആയിക്കോട്ടെ. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാകുന്നതോടുകൂടെ മെൻസസ് വരൽ നിർത്തും. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്? മെൻസസ് ബ്ലഡ് കട്ട പിടിച്ചിട്ട്, മെൻസസ് ബ്ലഡ് കട്ട പിടിച്ചിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത്. മുത്തറസൂലിൻ്റെ കാലത്ത് ശാസ്ത്രം LKGക്ക് പോലെ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇസ്ലാമിക ഭരണമൊക്കെ വന്ന് വലിയ രീതിയിൽ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടാണ് ഇതിനൊരു ബേസ് വന്നത്. എൻ്റെ വാദമൊന്നുമല്ല. നെഹ്റു അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോക ചരിത്രാവലോകനത്തിൽ. KM റോയി അങ്ങനെയാണ് പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകത്തിൽ. ഏറ്റവും ലാസ്റ്റ് MP വീരേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ഡാനൂബ് സാക്ഷി എന്ന പുസ്തകത്തിൽ. ഇനി എത്ര ഉദ്ധരിക്കണം? അന്ന് ശാസ്ത്രം LKG പോക്ക് തുടങ്ങിയിട്ടില്ല. അന്ന് ശാസ്ത്രം വിശ്വസിച്ചത് കുഞ്ഞ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഈ മെൻസസ് ബ്ലഡ്, ഹൈല് രക്തം കട്ട പിടിച്ചിട്ടാണ്. അന്ന് അങ്ങനെയല്ലേ അവർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ ഉള്ളിലും ചോര, ഈ കട്ട പിടിക്കണതും ചോര. വലിയൊരു ഇൽമ കിട്ടിയെന്ന് കരുതി മുത്തറസൂൽ വന്നു. എന്നിട്ട് രാവിലെ അങ്ങനെ വന്നിട്ട് ഒരു വഹി ഇറങ്ങിയിട്ടുണ്ട്. എന്താ അറിയോ? നമ്മൾ ഗർഭം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് അറിയണം. അത് ഈ ഗർഭസ്ഥ ശിശു രൂപപ്പെടുന്നത് മെൻസസ് ബ്ലഡ് കട്ട പിടിച്ചാകുന്നു എന്ന് പറഞ്ഞൊരായത്തിറക്കിയും സങ്കല്പിച്ചോളൂ. നമ്മൾ കത്തം തീർക്കണ സമയത്ത് അവിടെ എത്തി ഒറ്റ മിണ്ടാണ്ടിരിക്കലായിരിക്കും. പിന്നെ അവിടുന്ന് അങ്ങനെ പോയിട്ട് അപ്പുറത്തിയിട്ടാണ് ഇന്നല്ലാഹു മലായികത്തുഹു എന്നൊക്കെ സൂറത്തുൽ അഹ്സാബിൻ്റെ 56-ാമത്തെ ആയത്തിൻ്റെ തൊട്ട് മുന്നെയാണ് അതെന്ന് സങ്കല്പിച്ച് നോക്കൂ. അവിടെ ഒരൊറ്റ മിഴുങ്ങൽ. പിന്നെ ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞ് അങ്ങനെ തുടർന്ന് പോകേണ്ടി വരും. എന്താ കാര്യം? അന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനെയല്ല എന്ന് ശാസ്ത്രലോകത്ത് തെളിയിച്ചു. എന്നല്ല, പിന്നെയും കുറേ കാലം ശാസ്ത്രം വിസർജിക്കപ്പെടുന്ന മനീയ്, സെമൻ, ശുക്ലം അത് മുഴുവൻ കുട്ടിയാകുന്നെന്നാണ് വിചാരിച്ചത്. ഒരു തുള്ളിയിൽ 6 കോടി ബീജകണങ്ങളുണ്ടെന്നും അതിൽ ഒന്ന് മാത്രം പരാമർശയോഗ്യമായൊരു വസ്തു പോലുമല്ലാത്ത അത്ര സൂക്ഷ്മമായൊരു കണമായിരുന്നു കുഞ്ഞെന്ന് ശാസ്ത്രം ഇപ്പം തെളിയിക്കുന്നുണ്ട്. വസ്തുതയാണത്. ഖുർആൻ എന്തേ പറഞ്ഞ്? മിന്നു തുഫത്തിൻ, ഒരു തന്മാത്രയിൽ നിന്ന്. കുഞ്ഞ് രൂപപ്പെടുന്നത് ശുക്ലം മൊത്തം കട്ട പിടിക്കല്ല എന്ന്, മെൻസസ് ബ്ലഡ് കട്ട പിടിക്കല്ല എന്ന്. പിന്നെ മിന്നു തുഫത്തിൻ, ഒരു തന്മാത്രയിൽ നിന്ന്, ഒരു സെല്ലിൽ നിന്ന് കുഞ്ഞ് രൂപപ്പെടുന്നു. നുത്തുഫത്ത് എന്ന് പറയണ്ട. ഖുർആനിൽ അന്നെങ്ങാനും റസൂൽ തങ്ങൾ അന്നത്തെ വിജ്ഞാനത്തെ ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നുവെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതായിരുന്നു. പക്ഷെ ഒരൊറ്റ പദം, ഒരസൂക്തം ഇന്ന് നിലവിലുള്ള അധുനാധുന ശാസ്ത്ര ലോകത്തെ സിദ്ധാന്തങ്ങളിൽ ഒന്നിനോട് പോലും വിരുദ്ധല്ല. അതാണ് അതിൻ്റെ കൗതുകം. കുട്ടികളെ മനസ്സിലൊക്കെ ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരും. അവസാനം കിട്ടുകയാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. എന്നും ജുമയ്ക്ക് കേൾക്കണേണല്ലോ, വൈലല്ലർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ പരത്തപ്പെട്ടത്? അപ്പോൾ ഖുർആനിലെ ഭൂമി പരന്നതല്ലേ എന്ന് മുത്താലിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ. ആ ആയത്ത് ഭൂമി ഉരുണ്ടതാന്നുള്ളതിന് തെളിവാണ്. അതാണ് ആ ആയത്ത് ഭൂമി ഉരുണ്ടതാന്നുള്ളതിന് തെളിവാണ്. കാരണം ഖുർആൻ മക്കക്കാർക്കുള്ളത് മാത്രമാണോ? മദീനക്കാർക്ക് മാത്രമുള്ളതാണോ? ആഫ്രിക്കക്കാർക്കും അമേരിക്കക്കാർക്കും ലാറ്റിൻ അമേരിക്കക്കാർക്കും ഏഷ്യക്കാർക്കും ലോകത്തുള്ള സർവ്വ സമൂഹത്തിനുള്ള വേദാണ് ഖുർആൻ. ആ സമൂഹത്തോട് മൊത്തം ഖുർആൻ ചോദിക്കുകയാണ്, വൈലല്ലർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് നോക്കണില്ലേ, അതെങ്ങനെ പരത്തപ്പെട്ടു? അപ്പോൾ ഉരുളണം ഭൂമി. പരന്നൊരു സാധനമായിരുന്നു ഖുർആന്റെ ലക്ഷ്യമെങ്കിൽ ഇതെങ്ങനെയാണ് ഭൂമി ഖുർആനിലെങ്കിൽ? വൈലല്ലർളി കൈഫ സുത്തിഹത്ത്. ഇവിടെ നിൽക്കുന്ന ആഫ്രിക്കക്കാരനോട് ഭൂമി പരന്നതല്ലേ ചോദിക്കുമ്പോൾ കുണ്ടിക്കാൻ നോക്കും, പടച്ചോനെ പരപ്പോ ഇജ്ജാതി കുഴിയല്ലേ എന്ന് തോന്നുന്നു. ഇങ്ങേ തലക്കൊരു അമേരിക്കക്കാരൻ നിൽക്കണ്, ഇങ്ങനെ വാഷിങ്ടണിലുള്ള ഒരാളോട് ഖുർആൻ അങ്ങനെ ഓതുക, വൈലല്ലർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് നോക്കണില്ലേ, അതെങ്ങനെ പരന്നത്? അങ്ങനെ പേടിച്ച് ബേജാറാവും. ഓ വിറച്ചാ നിൽക്കണത് വലിയൊരു കെട്ടിടത്തിന്റെ തല്ലത്ത് നിൽക്കണ മാതിരി.
ഇങ്ങനെയായിരുന്നു ഭൂമിയെങ്കിൽ ഈ സമൂഹത്തോട് മുഴുവൻ പടച്ച റബ്ബിന് എങ്ങനെ പരത്തപ്പെട്ടു എന്ന് ചോദിക്കാൻ കഴിയില്ലായിരുന്നു. അത് ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഭൂമി ഉരുണ്ടതുകൊണ്ട്. ഒരു പന്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഉറുമ്പിനോട് ചോദിക്കുക എങ്ങനെ പന്ത് പരത്തപ്പെട്ടത്. പന്ത് ഇത്ര വലുപ്പമാണ്. എറുമ്പിൻ്റെ കാഴ്ച ശക്തി പോകുന്നത് 1/2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററാണ്. ആ എറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പന്ത് മുഴുവൻ പരന്നതാണ്. ആ പന്തിൻ്റെ ഓരോ പീസ് എടുത്തു നോക്കുക. നമ്മൾ ആ പന്തിൻ്റെ ഓരോ പീസ് എടുത്തു നോക്കുക. ഷഡ്ഭുജത്തിലുള്ള ഓരോ ചെറിയ ചെറിയ പീസുകളാണ്. അത് കോഴിമുട്ടയുടെ തോടുപോലെ ഇങ്ങനല്ല, ആർച്ച് രൂപത്തിലല്ല, പിന്നെ കൃത്യം ഇതുപോലെയാണത്, ചെറുത്. ആ തുകലിൽ നമ്മൾ വെട്ടിയെടുക്കുന്ന പന്തിൻ്റെ ഓരോ പീസും കൃത്യം പ്ലെയിൻ ആയിട്ടുള്ള ഓരോ കഷ്ണങ്ങളാണ്. ഇങ്ങനല്ല. അങ്ങനെയാണെങ്കിൽ പന്ത് പന്താവില്ല. ഓരോന്നും കൃത്യമായ പരപ്പുണ്ട്. ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക്, ആ പന്തിൻ്റെ ഒരു പീസിൽ ജീവിക്കുന്ന ഒരു ഉറുമ്പിന് അത് പരന്നതായിട്ടേ തോന്നൂ. അങ്ങനെ തോന്നണം, ഉരുണ്ടതായിട്ട് തോന്നൂല. ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഭൂമിനെ എങ്ങനെ പരത്തപ്പെട്ടു എന്ന് ചോദിക്കുന്നത് പോലും ഭൂമി ഉരുണ്ടതാന്നുള്ളതിന് തെളിവാണ്. വിസ്തരിക്കേണ്ടതുണ്ട്. ഇമാം റാസി തങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട്. ബഹുമാന്യരാകുന്ന കോടമ്പോഴ ഉസ്താദ് തൈസീറുൽ ജലാലീനിയിൽ റാസിയിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഞാൻ സൂചിപ്പിക്കണ അതൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ശാസ്ത്രം KG പോകാത്ത കാലത്ത് കൊണ്ടുവന്ന വിശുദ്ധമായ ഖുർആനിൽ ഒരു വാക്ക് പോലും ശാസ്ത്രവിരുദ്ധമല്ല, വൈരുദ്ധ്യമല്ല. സൂറത്തു അന്നിസായിൻ്റെ 82-ാമത്തെ വചനത്തിൽ ഖുർആൻ ദൈവികമാണ് എന്നതിന് തെളിവായിട്ട് ഖുർആൻ തന്നെ മുന്നിട്ട് വെക്കുന്നതാണ് അതിൽ വൈരുദ്ധ്യമല്ല എന്നുള്ളത്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആൻ അല്ലാഹു അല്ല നൽകിയതെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യം ഉണ്ടാവുമായിരുന്നു. എങ്ങനെ? 23 വർഷത്തെ ദീർഘമായ കാലത്തിനിടയിൽ പല സന്ദർഭങ്ങളിൽ എഴുത്തും വായനയും അറിയാത്ത റസൂൽ തങ്ങൾക്ക് അവതരിച്ച ഈ ഒരു ഗ്രന്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്നലെ ഈ റബീഉൽ അവ്വൽ 1-ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഈ ജനുവരി 1-ാം തീയതി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം തുടരെയായി വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് ഈ എല്ലാ ദിവസവും അതുവരെ ഇറങ്ങിയ വഹിയൊക്കെ ഇങ്ങനെ നോക്കി റെഡിയാക്കി ഇതിനോട് വിരുദ്ധമൊന്നും അല്ലാത്തത് ഇന്ന് പറയണമെന്ന് കരുതി വരാൻ പ്രായോഗികമായിട്ട് പറ്റുമോ? ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് 144 സൂറത്ത് ആൽ ഇംറാൻ അവതരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇതുവരെയുള്ള എന്തിനോടും വൈരുദ്ധ്യമില്ലാത്ത നോക്കട്ടെ, ഞാൻ കുറച്ചു നേരം ഇതൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അങ്ങനെ അവതരിച്ചു ഇത്. എന്നിട്ട് അതിൽ ഒന്നുപോലും മറ്റൊന്നിനോട് വിരുദ്ധമല്ല. ഒരു 4-5 ഖുർആൻ മറച്ചു വെച്ചിട്ട് അറബി അറിയുന്ന കുറേ വിമർശകർക്കടി ഇരുന്നൂടെ ഖുർആനിലെ വൈരുദ്ധ്യം തെളിയിക്കാൻ? എന്തുകൊണ്ട് സാധ്യമല്ല? ചിലതൊക്കെ അവർ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ കരുതിയിട്ട് അവരെന്നെ അത് ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ വാക്യത്തിൽ ഖുർആൻ മറ്റൊരു തെളിവ് കൊടുക്കുന്നുണ്ട്. വലൗ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, അത് മുഹമ്മദ് നബി നിർമ്മിച്ചതാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിലൊരധ്യായത്തിന് തുല്യമായൊരു അധ്യായം കൊണ്ടുവരൂ. ലോകചരിത്രത്തിൽ എത്ര ഇസ്ലാം അറിയുന്ന, ഖുർആൻ അറിയുന്ന, അറബി ഭാഷ നന്നായിട്ട് അറിയാവുന്ന ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ കടന്നുപോയി. എന്തുകൊണ്ടാണ് ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യം ഒന്ന് കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കാതെ വന്നത്? എന്തുകൊണ്ടാണ്? അൽ-മുൻജിദ് എന്ന് പറയുന്ന അറബി നിഘണ്ടുവിൻ്റെ കർത്താവ് ഫാദർ ലൂയിസാണ്. ഇപ്പോഴും അറബി ഭാഷ പഠിക്കുന്നവർ ഉപയോഗപ്പെടുത്തുന്ന അൽ-മുൻജിദ് എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥം അറബി നിഘണ്ടു, അത് രചിച്ചത് നിർമ്മിച്ചത് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതനല്ല, ഫാദർ ലൂയിസാണ്. ലൂയിസ് അല്ലബ്, ഫാദർ ലൂയിസ്. അറബി ഭാഷ അത്രമേൽ അറിയുന്ന മനുഷ്യന് എന്തുകൊണ്ട് ഒരു വരി മാത്രമുള്ള ഇന്നാഅതനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, അതിന് പകരം ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ചില ആളുകളൊക്കെ ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് എടുത്ത് അവരെന്നെ ഓടിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ കോവിഡ് കാലത്ത് പോലും സൂറത്ത് കോവിഡ് അവതരിച്ചിട്ടുണ്ടായിരുന്നു.
അൾജീരിയക്കാരനാവുന്ന ഒരു യുക്തിവാദി ജീലി എന്ന് പറയുന്ന മനുഷ്യൻ. എൻ്റെ അവസാന സദക്കൽ ജീലിയുൽ അളീം എന്നൊക്കെ പൊള്ളു പറഞ്ഞിട്ട് അവസാന ചങ്ങായി പറഞ്ഞതാണ്. സദക്കൽ ജീലിയുൽ അളീം അൽ കോവിദ് വൽ ഫൈറൂസിൽ മുബീദ് വൽ അജബു അൻ ജാഅഹും മിൻഹും മിനസ്വീനിൽ ബഈദ് വഖാലൽ കാഫിറൂന ഹാദാ മർളുൻ അഖീദ് കല്ലാ ബൽ ഹുവൽ മൗത്തുൽ അകീദ്. ആലോപിക്കാനൊരു പൂതി. അങ്ങനെ മൂപ്പരാൾ ഇങ്ങനൊരു സംഗതി ഉണ്ടാക്കി. ഒന്ന് ഖുർആന്റെ ടൂൺ അങ്ങനെ കട്ടു, അതോടുകൂടെ അത് കോപ്പിയടിയേ. നമുക്കറിയാം ഈ സിനിമാ രംഗത്തൊക്കെ റസൂൽ പൂക്കുട്ടി, AR റഹ്മാൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഒരു കവിതയ്ക്ക് ഒരു പാട്ടിന് അവർ ഈണം നൽകി കഴിഞ്ഞാൽ അത് കോപ്പി എടുത്താൽ പോലീസ് പിടിക്കും. നിർമ്മാതാവ് കേസ് കൊടുക്കും. ഖുർആന്റെ ടൂൺ അങ്ങനെ കട്ടു എന്നുള്ളതാണ് ആദ്യമായി ഇതിന് സംഭവിച്ചത്. കുറേ പ്രശ്നം പറയാണ്ട്. ഞാൻ റസൂലുള്ളാഹിയുടെ പ്രവാചകത്വത്തിൻ്റെ ഭൗതിക സമർത്ഥനാണ്. ഖുർആന്റെ ദൈവികത അല്ലല്ലോ എൻ്റെ വിഷയം. അതുകൊണ്ട് ഞാൻ വല്ലാതെ പോണില്ല. പച്ചപ്പുള്ളു നിറച്ചു വെച്ചു. വൽ കോവിഡാണേ സത്യം. വൽ ഫൈറൂസിൽ മുബീദ്, കുരുത്തം കെട്ട വൈറസാണേ സത്യം. വല്ലജബു അൻ ജാഅഹും മിനസ്സീനിൽ ബഈദ്, വളരെ വിദൂരത്തിലുള്ള ചൈനയിൽ നിന്നത് വന്നതിൽ അവരാകെ അത്ഭുതപ്പെട്ടു. ഈ ആയത്ത് ചൈനക്കാരന് ഓതാൻ പറ്റൂല, ഓൻ്റെ നാടാണത്, ദൂരമുള്ള നാടല്ല. ഇത് ഇന്ത്യക്കാരന് ഓതാൻ പറ്റൂല, ശ്രീലങ്കക്കാരന് പറ്റൂല, നേപ്പാളിയറിന് പറ്റൂല, പാകിസ്ഥാന് പറ്റൂല. ഇതൊക്കെ നമ്മളെ അയൽവാസികളാണ്, ചൈനയുടെ അയൽവാസികളാണ് നമ്മൾ. പിന്നെങ്ങനെ ബഈദായ ചൈന എന്ന് പറയാം? വഖാലൽ കാഫിറൂൻ, കാഫിരീങ്ങൾ പറഞ്ഞോലോ. കാഫർ ആരാ? യുക്തിവാദി പറയണ കാഫർ ആരാണ്? മുസ്ലിം ഖുർആൻ ഹദീസിൽ കാഫർ എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ടീമാണ്. ആരാ ഈ കാഫർ? യുക്തിവാദിന്റെ കാഫർ ആരാ? നിർണയിക്കാൻ പറ്റൂല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, കാഫിരീങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഇതൊരു ഭയങ്കര രോഗമാണെന്നുള്ളത്. ഇവര് പറയണ മുഅ്മിനീങ്ങളാരും അത് പറഞ്ഞില്ലേ? ഇവര് മുഅ്മിന് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടീം ഉണ്ടാവുമല്ലോ, ഇവര് കാഫിർ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊരു ടീം ഉണ്ടാവും. ഈ കാഫിരീങ്ങൾ മാത്രം പറഞ്ഞു ഇതൊരു ഭയങ്കര രോഗമാകുന്നു. കല്ലാ, പക്ഷെ ഒരു പറഞ്ഞത് ശരിയല്ല. ബൽ ഹുവൽ മൗത്തുൽ അകീദ്, ഇത് ഉറപ്പിച്ച മരണമാണ്. അത് ഏതാ സമയം എന്നറിയോ? കൊറോണയോട് വന്നാൽ മരിക്കുമെന്ന് കരുതിയിട്ട് മൊത്തം അടച്ചു പൂട്ടിയിട്ട് അല്ലേ, 24-ലൊക്കെ ഇങ്ങനെ തലയിൽ മുടിയില്ലാത്ത ആൾ വന്ന് അയാൾ അവിടെ ഇറങ്ങിയിരുന്നു, അങ്ങോട്ട് പോയിരുന്നു, ഇങ്ങോട്ട് പോയിരുന്നു, അങ്ങനെ ഗ്രാഫൊക്കെ വരച്ച് ഭീകരാകുന്ന സമയത്താണ് ഈ ചെങ്ങായി ഇത് എഴുതുന്നത്. അപ്പോൾ കൊറോണ പിടിച്ചാൽ മരിച്ചു എന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. 1% പോലും കൊറോണക്കാർ മരിച്ചില്ല. അതാ രസം. ആ മരിച്ചത് തന്നെ ന്യൂമോണിയ കൊണ്ടാണോ കൊറോണ കൊണ്ടാണോ എന്നൊക്കെ ഇപ്പോഴും തർക്കം നടക്കുകയാണ്. എന്നിട്ട് പറയാണ് വഖാലൽ കാഫിറൂൻ, കാഫിരീങ്ങൾ പറയുന്നു ഹാദാ മൗത്തുൻ അകീദ്, ഇത് ഉറപ്പിച്ച മരണമാകുന്നു. ബാക്കിയുള്ളതും കൂടി ഞാൻ അനലൈസ് ചെയ്താൽ നിങ്ങൾ ചിരിച്ചിട്ട് എണീറ്റ് പോകും. വഅ്തസ്ലു ഐദീകും ബി സാബൂനിൽ ജദീദ് എന്നുണ്ട്. പുതിയ സോപ്പ് കൊണ്ട് കൈ കഴുകണം. അങ്ങാടി പോവുക, വരിക, ഒരു സോപ്പിൻ്റെ കൂട് പൊട്ടിക്കുക, കൈ കഴുകുക. പഴയ സോപ്പ് പറ്റൂല, പിന്നെ അത് വേസ്റ്റ് ബക്കറ്റിൽ ഇടുക. ഇത് ആലോപിക്കണം. അതിനാ മൂപ്പര് വല്ലാത്തൊരു ദൗത്യത്തിലാണ്. ഇത് ആലോപിച്ച് കിട്ടണം. അസാബൂനിൽ ജദീദ്. അങ്ങാടിക്ക് പോകുമ്പോൾ സാധനം വാങ്ങണോടത്ത് വലാ തസ്തറു സബീദ് എന്ന് പറയുന്നുണ്ട്. സമീദ്, മൈദ വാങ്ങരുത് എന്നാണ്. കൊറോണ ലിസ്റ്റൊക്കെ ഇങ്ങനെ നോക്കും. അരിപ്പൊടി കുഴപ്പമില്ല, പഞ്ചസാര നോ പ്രോബ്ലം, മൈദ ഒറ്റക്കടി. മൈദയാണോ ഒരു കടിയായിരിക്കും. എടുത്തുപോയി സുന്നി വയസ്സിലൊക്കെ ലേഖനം വന്നു. നമ്മുടെ കേരളത്തിലൊരു യുക്തിവാദി നേതാവ് ഇതൊക്കെ വെച്ചിട്ട് ഇതേ വെല്ലുവിളി സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു വഴന്നൊക്കെ പറഞ്ഞു. സുന്നി വയസ്സിലൊക്കെ ലേഖനം വന്നതോടുകൂടി അത് ഡിലീറ്റാക്കി മൂപ്പരാൾ ഓടി. കണ്ടം വഴി ഓടി എന്നൊക്കെ പറയില്ലേ പുതിയ കുട്ടികൾ, അങ്ങനെ ഓടി. എന്തേ ആർക്കും സാധ്യമാവാത്ത പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി ഇല്ലേ? 2:23 അവിടെ ഇല്ലേ? ഈ വെല്ലുവിളി തന്നെ അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സാധിക്കായിട്ട് ഡയലോട്ട് എടുത്ത് കൊടുത്താണ്. 10 അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സാധിക്കാത്തത് കൊണ്ട് പിന്നെയും റെഡ്യൂസ് ചെയ്തതാണ്. ഒരധ്യായം. എന്തുകൊണ്ട് സാധ്യമല്ല? ഖുർആന്റെ ദൈവികതയല്ല ഞാൻ കാര്യമായിട്ട് സമർത്ഥിക്കാൻ വിചാരിക്കുന്നത്. ഇത് കൊണ്ടുവന്നത് നിരക്ഷരനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതുപോലെ ഒരു മനുഷ്യന് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരാകുന്നത് എന്ന് ബോധ്യപ്പെടാൻ വിസ്തരിച്ചു പറയേണ്ട ഒരു ഭാഗമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം.
ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രമേൽ ത്യാഗം! ഞാനത് വിശദീകരിക്കണം. എല്ലാ സുഖത്തോടുകൂടെ രാജാവായിട്ട് വാഴാൻ പറ്റും, എന്നിട്ടും ത്യാഗം സഹിക്കണത് എന്തിനാണ്? റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന കാര്യം അവിടുന്ന് വാദിച്ചത് 100% സത്യസന്ധമായിരുന്നു. അതുകൊണ്ട് മാത്രം. ആ പോയിന്റിൽ നിന്ന് വേഗം പോകാം. അടുത്തത് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന തക്കാലീഫുകൾ. ഇസ്ലാമിൻ്റെ ഈ ശിക്ഷാവിധികൾ എത്ര ഭീകരാന്നാണ് വിമർശനം. എപ്പോഴും വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലും, കൊന്നവനെ കൊല്ലും, കട്ടവൻ്റെ കൈ മുറിക്കും. എൻ്റെ മോൾ ഫാത്തുമ്മ കട്ടാലും മുറിച്ചിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, ആളുകളെ കൂട്ടി ഒരു ടീമിനൊക്കെ സംഘടിപ്പിച്ച് നേതാവായി വാഴാനായിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണേ, ആളെ കൂട്ടി ഒരു നേതാവായി ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ക്ലിഷ്ടമായ നിയമാണോ പറയാൻ? ആയിരിക്കുമോ? നമ്മൾ ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആളൊപ്പം നിൽക്കാൻ ഏറ്റവും ലളിതമായ സംഗതിയല്ല പറയാം. 4-5 ഉസ്താദുമാരുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ഉസ്താദ് വളരെ സോഫ്റ്റാണ്, എപ്പോൾ ചോദിച്ചാലും കുട്ടികളെ നാട്ടിലേക്ക് വിടും, എല്ലാ വിഷയത്തിനും സപ്പോർട്ട് ചെയ്യും. അവസ്ഥാനം എല്ലാവർക്കും ഇഷ്ടാവില്ലേ? അവസ്ഥാനം എല്ലാവർക്കും ഇഷ്ടാവില്ലേ? ആവും. നേരെ മറിച്ച് ഒരു ഉസ്താദ് നന്നായിട്ട് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് കല്യാണത്തിനും സൽക്കാരത്തിനൊന്നും പോണ്ടെന്ന് പറഞ്ഞാൽ നല്ല പഠിക്കണ കുട്ടിക്ക് ഇഷ്ടമാവും, അപൂർവം. പൊതുവെ കുട്ടികൾക്ക് ആ ഉസ്താദിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആളൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിച്ചു, അത് കുഴപ്പമില്ല പറഞ്ഞ പോരെ? ഞാനൊരുത്തനെ കൊന്നു, അത് സാരല്ല എന്ന് പറഞ്ഞ പോരെ? പക്ഷെ പറഞ്ഞതെന്താ? കൊന്നവനെ കൊന്നിരിക്കും, കട്ടവൻ്റെ കൈ മുറിച്ചിരിക്കും, വ്യഭിചാരം ചെയ്തവനെ എറിഞ്ഞു കൊന്നിരിക്കും, അല്ലെങ്കിൽ 100 ചാട്ടവാറടി അടിക്കും. വ്യഭിചാരാരോപണം നടത്തിയാൽ 80 ചാട്ടവാറടി. ഇത്ര ക്ലിഷ്ടമായൊരു ആദർശം റസൂലുള്ളാഹി കൊണ്ടുവന്നത് അവിടുന്ന് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ അള്ളാഹു നൽകുന്ന നിയമം പറയണത് കൊണ്ട് മാത്രമാണ്. അല്ല എങ്കിൽ വളരെ സോഫ്റ്റായ നിയമങ്ങളായിരിക്കും, ആർക്കും എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോഴും വിമർശിക്കപ്പെടുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രാകൃത മതമാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കുറവ് ആത്മഹത്യ മുസ്ലിം ലോകത്താണ്. ഏറ്റവും സമാധാനത്തോടു കൂടെ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുന്നത് മുത്ത് റസൂലിൻ്റെ മദീന ഷരീഫിലാണ്. ഏറ്റവും പുതിയ കണക്ക് പോലും യമനിൻ്റെ തലസ്ഥാനമാകുന്ന സൻആ മുതൽ ഈ മദീന വരെ ഒരു സ്ത്രീക്ക് നട്ടപ്പാതിരയ്ക്ക് ഹിംസ്രജന്തുക്കളെ മാത്രം ഭയന്ന് നടന്നു വരാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെടുമെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറുക്കനെ പേടിക്കേണ്ടി വരും, പാമ്പിനെ പേടിക്കേണ്ടി വരും, മനുഷ്യനെ പേടിക്കേണ്ടി വരില്ല. മാറി നിൽക്കും, ആദരിക്കും, പെണ്ണിനെ മാനിക്കും, വ്യഭിചരിക്കാൻ നിൽക്കൂല, റേപ്പ് ചെയ്യൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വരും ഇസ്ലാമോടുകൂടെ എന്ന്. ലോകത്തേറ്റവും കൂടുതൽ സമാധാനം പെണ്ണിന് അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ഈ സന്തോഷത്തോടുകൂടെ പെണ്ണിന് ജീവിക്കാൻ പറ്റുന്ന ദേശം മുത്ത് റസൂലിൻ്റെ മദീന ഷരീഫാണ്. ഏറ്റവും പുതിയ കണക്ക് പോലും. അപ്പോൾ ഇസ്ലാമിലെ നിയമങ്ങൾ കുറച്ച് കർക്കശാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാവതല്ല, അത് നടപ്പിലാക്കുമ്പോഴാണ് ലോകത്ത് സമാധാനം വരിക. അതുകൊണ്ടാണ് ഇന്ന ഫിൽ ഹയാത്തി ഖിസാസും പോലെയുള്ള വാക്യങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഇന്ന ഫിൽ ഖിസാസിലെ ഹയാത്ത് പോലെയുള്ള വാക്യങ്ങൾ. ഇന്ന ഫിൽ ഖിസാസിൽ ഹയാത്തുണ്ട്, ജീവിതമുണ്ട്. കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഖിസാസ് വേണ്ട വിധം നടന്നു പോയാൽ അക്രമങ്ങൾ കുറയും, കുറേയൊന്നും ഖിസാസ് വേണ്ടാതെ വരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളുടെ തക്കാലീഫ് അവിടുന്ന് പ്രവാചകരായിരുന്നു എന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അടുത്തത് മുത്ത് റസൂലിൻ്റെ ഇബാദത്തിലുള്ള വർധനവും സുഹുദും. വേറെ പറയേണ്ടതാണ്, ഞാൻ സമയം കുറവുകൊണ്ട് ഒന്നിച്ച് പറയാം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഹബീബായ നബി തങ്ങൾ കുറേ കൽപ്പിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, ഖുർആൻ ഓതണം എന്നൊക്കെ. അവിടുന്ന് ആളുകളുടെ മുമ്പിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നേരെ വെച്ച് വീട്ടിലേക്ക് പോയാൽ, ആരാരും ഇല്ലാത്തൊരവസരത്തിലേക്ക് എത്തിയാൽ ഇഷ്ടം പോലെ ആവശ്യമായിട്ട് ജീവിക്കാൻ പറ്റും. ആരും കാണൂല. പള്ളിയിലേക്ക് എത്തുമ്പോൾ റസൂൽ വലിയ ഇബാദത്തുകാരൻ,
വീട്ടിൻ്റെ ഉള്ളിൽ ആരുമാരും ഇല്ലാത്തടത്ത് സ്വന്തം ഭാര്യമാരുടെ അടുത്ത് മക്കളുടെ അടുത്തെത്തുമ്പോൾ പിന്നെ അതൊക്കെ എടുത്തെറിഞ്ഞിട്ട് വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ റസൂലിനെ കുറിച്ച് സംശയിക്കായിരുന്നു. പക്ഷേ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? കാല് കഴക്കുവോളം, കാലിന് വിഷമം വരുവോളം അവിടുന്ന് നിന്ന് നിസ്കരിച്ചു. സൂറത്ത് മുസമ്മിലിൻ്റെ അവസാനത്തെ വാക്യം, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ. രാത്രിയെ 3 ഓഹരി വെച്ച് ആ 2 ഭാഗവും അങ്ങ് നിന്ന് നിസ്കരിക്കുന്നത് റബ്ബിനറിയാം. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിനകത്ത് കയറിയാൽ ആവശ്യമായിട്ട് ജീവിച്ചുകൂടായിരുന്നു? നിസ്കരിക്കാതെ കടന്നുറങ്ങിക്കൂടായിരുന്നു? ഈ പറയുന്നതൊക്കെ പുറത്തും അകത്ത് സ്വതന്ത്രമായി വേറൊരു ജീവിതം നയിച്ചുകൂടായിരുന്നോ? ചെയ്തില്ല. അവിടുന്ന് സുഹൃദിലായി, എല്ലാം ത്യജിച്ചു, ആരാധനയ്ക്ക് വേണ്ടി ധാരാളം മാറി നിന്നു, നിരവധിയായ നോമ്പുകൾ എടുത്തു, കഠിനമായ പരീക്ഷണങ്ങൾ സ്വയം ഏറ്റെടുത്തു, നിസ്കരിച്ച് കാല് കഴിച്ചുപോയി, ഖുർആൻ ഓതി നിസ്കരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, റസൂലിൻ്റെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഞാനൊരു പ്രാവശ്യം തുടർന്നു. വലിയ അബദ്ധമായി പോയി എന്നുള്ള രീതിയിലാണ് മൂപ്പരാൾ പറയണത്. ചെറിയ കുട്ടിയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി, പിന്നീട് സൂറത്തു അൽ ബഖറ ആരംഭിച്ചു ഖുർആൻ ഓതാൻ. ഒരു 100 ആയത്തൊക്കെ എത്തുമ്പോൾ റൗണ്ടാണല്ലോ, അവിടെ നിൽക്കുന്നു കരുതി. 100 കഴിഞ്ഞു, എന്നാൽ അൽ ബഖറ കഴിഞ്ഞാൽ നിൽക്കുന്നു കരുതി. അങ്ങനെ സൂറത്തു ആൽ ഇംറാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ നിർത്തുന്നു വിചാരിച്ചു. സൂറത്തു നിസാ തുടങ്ങി. എങ്ങനെ ഓരോ ആയത്തും മനോഹരമായി ആസ്വദിച്ചു ഓതുക. റഹ്മത്തിൻ്റെ ഭാഗത്തുമ്പോൾ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദാബിൻ്റെ ഭാഗത്തുമ്പോൾ കാവൽ തേടിക്കൊണ്ട് നീണ്ട ദുആ. അങ്ങനെ ആ പാരായണത്തിൽ ലയിച്ച് അങ്ങനെ പോയി. കുറേ കഴിഞ്ഞപ്പോൾ റുക്കൂലേക്ക് പോയി. നഹ്വം മിൻ ഖിയാമിഹി, നിന്നത്ര സമയം. സുമ്മ സജദ, പിന്നെ സുജൂദിലേക്ക് പോയി. നഹ്വം മിൻ ഖിയാമിഹി, നിന്നത്ര. സുബ്ഹാനല്ലാഹ്. അത്താഹമംതുഹു ബിസൂഅ്, റസൂലിനെ കുറിച്ചൊരു വേണ്ടാത്ത വിചാരം എനിക്ക് വന്നു. സാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെക്കുറിച്ച് എന്ത് വേണ്ടാത്ത വിചാരം? അല്ല, നബിയെ വിട്ടുപിരിഞ്ഞ് ഒറ്റക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയെന്ന് അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത്രമേൽ നിസ്കരിച്ചു റസൂൽ, അത്രമേൽ കഷ്ടപ്പെട്ട ആരാധനയ്ക്ക് പ്രാധാന്യം നൽകി നബി. എന്തിനാ ഇത്? താൻ പറയുന്ന ആദർശം കൃത്യമാണെന്ന ബോധത്തിൽ നിന്ന്, അത് ഏറ്റവും കൂടുതലായി നിർവഹിക്കേണ്ടയാൾ ഞാനാണെന്ന ലക്ഷ്യത്തിൽ നിന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹൃദും അവിടുത്തെ ജീവിതത്തിലെ പ്രപഞ്ച പരിത്യാഗവും അവിടത്തേക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ചതും, അവിടുത്തെ ഓഹരികളെല്ലാം വിതരണം ചെയ്തു തീർത്തതും, രാത്രി ബേജാറ് പിടിച്ചിട്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ പലപ്പോഴും എഴുന്നേറ്റ് ഒരിത്തിരി വസ്തു അവിടെ ഉണ്ട്, അത് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടങ്ങേറായി എണീറ്റ് പോണതും, നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഹബീബായ നബി തങ്ങൾ പതിവില്ലാതെ ഒരു ദിവസം എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ സന്തോഷത്തോടെ വരുന്നുണ്ട്. എന്തേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, വീട്ടിലൊരിത്തിരി സ്വത്തുണ്ട്, അത് വിതരണം ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. വലിയ സമ്പന്നനാവാൻ ഒരവസരം കിട്ടിയിട്ട്, ഖദീജ ബിയുടെ സമ്പത്ത് മൊത്തം റസൂലിൻ്റെതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ട്, റസൂലുള്ളാഹി തങ്ങൾ സമ്പത്ത് നേടാൻ വേണ്ടി കുറേ കൊള്ളക്കാരുടെ സംഘം രൂപീകരിച്ച് സർവ്വ മനുഷ്യരെയും സർവ്വരാജ്യത്തെയും കൊള്ളയടിച്ചു എന്ന് വിമർശിക്കുന്നവരറിയണം, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി തൊട്ടടുത്ത വീട്ടിലെ ജൂതൻ്റെ അടുത്ത് പണയത്തിലായിരുന്നു. 2 കാര്യം മനസ്സിലാക്കണം നമ്മൾ. റസൂൽ തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് ഗസ്റ്റ് വന്നു. അവർക്കൊരു ഭക്ഷണം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി വീട്ടിൽ ഗോതമ്പ് പൊടിയില്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിലെ സമ്പന്നനാകുന്ന ജൂതൻ്റെ അടുത്തേക്ക് കടം വാങ്ങാൻ ഹബീബായ നബി തങ്ങൾ ആളെ പറഞ്ഞയച്ചു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നിങ്ങളുടെ നേതാവായിരിക്കും, നിങ്ങളുടെ പ്രവാചകനായിരിക്കും, അത് നിങ്ങളുടെ കാര്യം. ഞാൻ കടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പണയ വസ്തു ആവശ്യമുണ്ട്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയങ്കി പണയത്തിന് കൊടുക്കുന്നത്. മദീനയുടെ രാജാവാണ്. ഒന്ന് ഞൊടിച്ചാൽ മാത്രം സർവശത്രുക്കളെയും നിഗ്രഹിക്കാൻ മാത്രം ശക്തിയും ശേഷിയുമുള്ള ഭരണാധികാരിയാണ്. തൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അവർ വിശുദ്ധരാണ്. അവരവിടെ നിന്ന് അவ்விധം സംസ്കരിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്.
യേശുവിൻ്റെ കഥയിൽ കാണാം, ഒരു പെണ്ണ് വ്യഭിചരിക്കുന്നു. അവളെ പിടിച്ചുകൊണ്ട് ജൂതന്മാരെല്ലാവരും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. മോശസിൻ്റെ നിയമപ്രകാരം വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലേണ്ടതുണ്ട്. യേശു കാരുണ്യവാനാന്നാണ് പറയണത്. അത് വിരുദ്ധമാകും. ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് അവർ കൊണ്ടു ചെല്ലുന്നു. തലതാഴ്ത്തി യേശു ക്രിസ്തു മണലിൽ എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ പറയണത്. അവസാനം അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തി, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. തല ഉയർത്തി അദ്ദേഹം നോക്കുമ്പോൾ വ്യഭിചാരിണിയായ പെണ്ണ് മാത്രമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ സ്ത്രീയെ എന്ന് ചോദിക്കുന്നുണ്ട്. അവരെല്ലാം കല്ല് നിലത്തിട്ട് മടങ്ങിപ്പോയെന്ന് ആ പെണ്ണ് പറയുന്നുണ്ട്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ കല്ലെറിയാൻ യോഗ്യതയുള്ള ഒരാൾ പോലും അവിടെ ഉണ്ടായില്ല എന്നാണ് അർത്ഥം. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കല്ലെറിയാൻ പറ്റുന്ന അനുയായികൾ അവിടുന്ന് സൃഷ്ടിച്ചെടുത്തു. ചെറിയ കാര്യമാണത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ കല്ലെറിയാൻ ആത്മാർത്ഥതയുള്ള ലക്ഷക്കണക്കിന് അനുയായി വൃന്ദം അവരുണ്ടായിരിക്കെയാണ് ജൂതൻ റസൂലിൻ്റെ അയൽവാസിയായിട്ട് ജീവിക്കുന്നത്. സർവ്വജൂതന്മാരെയും കൊന്നൊടുക്കിയെന്നാണോ റസൂലിനെ പറ്റി ആരോപിക്കേണ്ടത്? തൊട്ട അയൽവാസി ജൂതനാണെന്ന്. അയാൾക്ക് മുഹമ്മദിന് കടം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പണയവസ്തു ആവശ്യപ്പെടാൻ മാത്രം ധൈര്യമുണ്ട് എന്ന്. ചില്ലറ സംഭവമാണത്. എത്രമേൽ സമാധാനത്തോടുകൂടെ അന്യമതക്കാർ റസൂലിൻ്റെ മദീനയിൽ ജീവിച്ചു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ പ്രമാണം എന്ത് വേണം? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് കൂട്ടാൻ വേണ്ടി കൊള്ളസംഘം രൂപീകരിച്ച് പലരെയും ആക്രമിച്ച് സാമ്രാജ്യം സൃഷ്ടിച്ചു എന്നാണോ വിമർശിക്കേണ്ടത്? അവരൊന്നും ഈ ചരിത്രത്തിൻ്റെ വെളിച്ചത്തെ കാണില്ലേ? മുത്തറസൂൽ ഒരു ചരിത്രാതീതനായ കഥാപാത്രമല്ല, രേഖപ്പെട്ട ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച മനുഷ്യനാണ്. മുസ്ലിം സ്രോതസ്സുകൾ പരിഗണിക്കേണ്ട. 70-ലധികം പ്രാചീനമായ അമുസ്ലിം സ്രോതസ്സുകളുണ്ട്. ജൂതന്മാരുടെ ഗ്രന്ഥങ്ങളിലും ക്രിസ്ത്യാനികളുടെ പഴയകാല ഗ്രന്ഥങ്ങളിലും മറ്റ് ചരിത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും. എൻ്റെ വിഷയം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്റോറിസിറ്റി അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കണില്ല. മുസ്ലിങ്ങളുടെ ചരിത്രം അവിടെ നിൽക്കട്ടെ. കേരള സിലബസിൽ പഠിക്കുന്ന +1 വിദ്യാർത്ഥികൾ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരു ചരിത്രമാകുന്നത് എന്ന് വിസ്തരിച്ച ആ പുസ്തകത്തിലുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് മുഹമ്മദ് ചരിത്രത്തിൽ ജീവിച്ചുവെന്ന് ആ പുസ്തകം തെളിയിക്കുന്നുണ്ട്. ആ പുസ്തകം പോലും തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് 10-30 വർഷം മുന്നേ അള്ളാന്റെ റസൂലിൻ്റെ വേദഗ്രന്ഥത്തിന് മറുപടി എന്ന വിധം ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകം ഉണ്ടാക്കി യുക്തിവാദികളുടെ അന്നത്തെ നേതാവ് ജോസഫ് എടമറക്. അദ്ദേഹം ഖുർആനെ വിമർശിക്കാൻ ശ്രമിച്ചു. പക്ഷെ മുത്തറസൂൽ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനോ അതങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ അയാൾക്ക് ധൈര്യം പോലും ഉണ്ടായില്ല. മുഹമ്മദ് നബി ജീവിച്ചു എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. മുഹമ്മദ് നബി ഖുർആൻ കൊണ്ടുവന്നു എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. ചരിത്രപുരുഷനാകുന്ന മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആനിൽ അയാൾ വിചാരിക്കും വിധം കുറേ വൈകല്യങ്ങളുണ്ടെന്ന് സമർത്ഥിക്കാനാണ് ആ മനുഷ്യൻ ശ്രമിച്ചത്. ഇതേ മനുഷ്യൻ മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. ഇതേ മനുഷ്യന് മറ്റൊരു പുസ്തകമുള്ളതാണിത്. യേശുവും ക്രിസ്തുവും ജീവിച്ചിരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാദത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ചരിത്രപരമായി അത് തെളിയിക്കാൻ പറ്റൂല എന്ന്. യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം എഴുതിയ അതേ ജോസഫ് എടമറുക് അള്ളാന്റെ റസൂലിൻ്റെ വേദത്തെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകം എഴുതുമ്പോൾ അള്ളാന്റെ റസൂൽ ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പറഞ്ഞല്ലോ, 70-ലധികം അമുസ്ലിം പ്രമാണങ്ങൾ റസൂലിൻ്റെ ജീവിതകാലത്തും അതിൻ്റെ ശേഷമുള്ള ചരിത്ര പണ്ഡിതന്മാരുടെ ആധികാരിക രേഖകളുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചു, ഒരു വലിയ സമൂഹത്തെ സ്വാധീനിച്ചു. അവരെ 23 വർഷമാകുന്ന ചെറിയ പീരീഡ് കൊണ്ട് മനുഷ്യരാക്കി മാറ്റി എന്നതിൽ ആർക്കും തർക്കമില്ല. ഈ റസൂൽ എല്ലാവരെയും കൊല്ലാൻ കൽപ്പിച്ചുവെങ്കിൽ തൊട്ടടുത്ത് ജീവിക്കുന്ന ജൂതനാവൂലായിരുന്നു. ആ ജൂതന് റസൂലിന് കടം കൊടുക്കണമെങ്കിൽ വരെയും
പണയവസ്തു ആവശ്യമുണ്ടെന്ന് പറയാൻ ധൈര്യം കിട്ടൂലായിരുന്നു. അത് കിട്ടിയത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വാതന്ത്ര്യം കൊണ്ട്, അവിടുന്ന് നൽകിയ സമാധാനം കൊണ്ട്, അവിടുന്ന് നൽകിയ ജീവിത സുരക്ഷിതത്വം കൊണ്ട്. പറയേ, ഒരു സാധാരണ മനുഷ്യന് ഇതൊക്കെ സാധ്യമാണോന്ന്? ഒരു കാര്യം കൂടി പറയാൻ ശ്രമിക്കാം. ഹബീബായ റസൂൽ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ ഒരു വലിയ സംഭവമാണ് കേട്ടോ. റസൂൽ നിരക്ഷരനാണ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിരക്ഷരനാകുന്ന ഒരു മനുഷ്യൻ തൻ്റെ അനുയായികളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിനും വേണ്ട കൃത്യമായ മനോഹരമായ ആശയസമ്പുഷ്ടമായ സാഹിത്യത്തിൻ്റെ എല്ലാ രേണുക്കളും ഒരുമിച്ച് കൂടിയ കുറേ ദിക്റുകൾ നിർമ്മിച്ചെടുക്കുകയാണ്, കുറേ മന്ത്രങ്ങൾ. എങ്ങനെ സാധിക്കുക? എഴുന്നേൽക്കണത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ, അവിടുന്ന് തുടങ്ങണം. മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ തന്തുവിലും ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി തുടങ്ങിയിട്ട് മിനൽ ജിന്നിൽ നിന്ന് കാവൽ തേടുന്ന ദിക്ർ, അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ ദിക്ർ. പിന്നെ ഒതുടുക്കാൻ പോകുമ്പോൾ ഒതുവിൻ്റെ ഇടയിൽ ഓരോ ഘട്ടത്തിലും ഒതു കഴിഞ്ഞാലുള്ള ദിക്ർ, അത് കഴിഞ്ഞ് ബാങ്ക്, ഇഖാമത്ത്, നിസ്കാരം, അതിൻ്റെ ശേഷമുള്ള ദിക്റുകൾ, അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ, മനുഷ്യർ പരസ്പരം കാണുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ശേഷമുള്ള ദിക്ർ, ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ദിക്ർ, അതിന് ശേഷമുള്ള ദിക്ർ, കടക്കാൻ വേണ്ടി ചെന്നാലുള്ള ദിക്റുകൾ, കടന്നതിന് ശേഷമുള്ള ബിസ്മിക റബ്ബി വദഅതു ജംബിയുള്ള ദിക്റുകൾ, രോഗം വന്നാലുള്ള ദിക്ർ, ശരീരത്തിന് ക്ഷീണം വരുമ്പോഴുള്ള ദിക്ർ, വേദന തോന്നുമ്പോൾ കൈ അമർത്തി വെച്ചിട്ട് ബിസ്മില്ലാ 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 അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക വഖുദ്റതിക മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന ദിക്ർ തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ തന്തുവിനെയും ഓരോ സെക്കൻഡിനെയും കവർ ചെയ്ത് നിൽക്കുന്ന ദിക്റുകളുടെ സമാഹാരം. എങ്ങനെയാണ് നിരക്ഷരനായ ഒരു മനുഷ്യന് ഇത് സാധ്യമാവുന്നത്? നമ്മുടെ നാട്ടിലെ നിരക്ഷരനാകുന്ന ഒരാളോട് പറയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു 10 സന്ദർഭത്തിലേക്ക് വേണ്ട സാഹിത്യപൂർണമായ ആശയസമ്പുഷ്ടമായ മന്ത്രങ്ങളൊന്ന് നിർമ്മിച്ചു തരാമോ എന്ന്. ഒരെണ്ണത്തിന് സാധ്യമല്ല, മനുഷ്യന് ഒരെണ്ണത്തിന് സാധ്യമല്ല. എന്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് സാധിച്ചു? സൂറത്തുൻ നജ്മിന്റെ 3-ാമത്തെ വാക്യം അതിനുത്തരം പറയുന്നുണ്ട്. മാ യന്തിഖു അനിൽ ഹവാ, അവിടുന്ന് സ്വന്തമായൊന്നും പറയില്ല, അവിടുന്ന് സ്വന്തമായൊന്നും പറയില്ല. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദു മർറത്തിൻ ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അഅലാ. അത്യുന്നതനായ, ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, അവിടുന്ന് കൊണ്ടുവരുന്ന വിജ്ഞാനത്തിൽ ആർക്കും ഇടപെടാനും തിരുത്താനും പറ്റാത്ത ശക്തമാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് കൊണ്ടുവരുന്നത്. നസല ബിഹിർ റൂഹുൽ അമീൻ, സൂറത്തു ശുറായുടെ അവസാന ഭാഗം. റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ് ഇതുമായി കടന്നു വരുന്നു. അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിൽ, ലതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരൂല. അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിയമം പൂർത്തീകരിക്കും. സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ബിക്കുമുൽ ഇസ്ലാമ ദീന. നിയമം പൂർത്തീകരിച്ചു. അവൻ സ്വന്തമായൊന്നും പറയില്ല. മാ യന്തിഖു അനിൽ ഹവാ, അവൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇനിയും പറവാനുണ്ട്. യേശുക്രിസ്തു പറയാൻ, ഇനിയും പറവാനുണ്ട്. നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അല്ലാഹുവിൻ്റെ റസൂൽ ദീന പൂർത്തീകരിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണമായി ലോകത്തിന് സമർപ്പിച്ചു. അവിടുന്ന് ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചു. അവിടുത്തെ ഓരോ ചലനത്തെയും നിശ്ചലനത്തെയും പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു മഹാസമൂഹത്തെ അവിടുന്ന് സൃഷ്ടിച്ചു. യാദൃച്ഛികമല്ല ഇത്.
ഒരു ഗ്രന്ഥവും ഒരു മനുഷ്യനും ഇത്രമേൽ സമൂഹത്തെ സ്വാധീനിച്ചത് ലോക ചരിത്രത്തിൽ നമ്മൾ 500 വർഷം ഇരുന്ന് പഠിച്ചാലും കണ്ടെത്താൻ സാധ്യമല്ല. വിമർശിക്കാൻ പറയണതല്ലത്. യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുന്നത് പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് പറ്റുമോ? യേശു ജീവിച്ചത് എങ്ങനെയെന്ന് ബൈബിളിൽ നിന്ന് ലഭ്യമല്ലല്ലോ. അദ്ദേഹം രോഗം മാറ്റിയതുണ്ട്, അദ്ദേഹം ഭ്രാന്തനെ സുഖപ്പെടുത്തിയതുണ്ട്, അദ്ദേഹം ലാസറിനെ, മാർത്തായുടെ സഹോദരൻ ലാസറിനെ മരിച്ച് 4-ാം ദിവസം ചത്തിട്ട് നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ എന്ന് മാർത്ത പറയുന്ന ആ ഘട്ടത്തിൽ ജീവിപ്പിച്ചതുണ്ട്. അതുകൊണ്ടൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? അദ്ദേഹം കച്ചവടം നടത്തിയോ? ഇല്ല. കല്യാണം കഴിച്ചോ? ഇല്ല. അവിടുന്ന് യുദ്ധം ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുക? അദ്ദേഹത്തെ ആശ്രയിച്ച്, അദ്ദേഹത്തെ അനുകരിച്ച്, അദ്ദേഹം ജീവിച്ചതുപോലെ ജീവിക്കുന്ന എങ്ങനെ പറയാൻ പറ്റുക? കുറ്റപ്പെടുത്തലല്ല ഇത്. ബേത്താനിൽ നിന്ന് പോന്നപ്പോൾ അവന് വിശന്നു. ദൂരെ നിറയെ ഇലയുള്ളൊരു അത്തിമരം കണ്ടു. അതിൽ വല്ലതും കാണുമെന്ന് വിചാരിച്ച് അവൻ ചെന്നു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. ഇലയല്ലാതെ അതിമ ഒന്നും ഇല്ലാതിരുന്നു. ഇങ്ങനെ കുറേ സംഗതികളുണ്ട് ബൈബിളിൽ. ഇതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ എല്ലാ മോഹങ്ങളെയും താല്പര്യങ്ങളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചു. അതുകൊണ്ടാണ് അവിടുന്ന് ബ്രഹ്മചര്യത്തെ നിരോധിച്ചത്. അവിടുന്നാണ് അതുകൊണ്ട് ദുന്യാവിൻ്റെ എല്ലാ അനുഭൂതികളെയും നിയതമായ രീതിയിൽ ആസ്വദിക്കാൻ സമൂഹത്തോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹബീബിൻ്റെ ജീവിതത്തിലേക്ക് 9-കാരിയാവുന്ന ആയിഷത്ത് സിദ്ദീഖ കടന്നു വരേണ്ടി വരുന്നത്. കാരണം മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ ലൈംഗികത. അത് നിരോധിച്ചിട്ട് തണുത്ത് വാരാണസിയുടെ കൊടുന്തണുപ്പിൽ ഡ്രസ്സ് പോലും ഇടാതെ തണുത്ത് വിറച്ച് ജീവിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ എന്ന് ഇസ്ലാം പറയില്ല. മാനവികതയുടെ മതമാണ്. ദുന്യാവിനെ വേണ്ട വിധം സ്വരൂക്കൂട്ടാൻ അത് സമ്മതം തന്നു. ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ഒരു ജൂതൻ വരുന്നുണ്ട്, ഒരു യുവാവ്. യേശു പറയുന്നുണ്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഞാൻ പണ്ടേ ചെയ്യണത്, അതല്ലാതെ വേറെന്ത് വേണം? യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തു, നിന്റെ കയ്യിലുള്ളതെല്ലാം എടുത്തു പെറുക്കി വിറ്റ് ദാനം ചെയ്ത് തന്നെ അനുഗമിക്കുക. അദ്ദേഹം ഇറങ്ങിപ്പോയി. നല്ല സമ്പന്നനായിരുന്നു. മൊത്തം വിതരണം ചെയ്യാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ഇയാൾ പോകുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, സമ്പന്നൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് എത്രയെന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? സ്വർഗത്തിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള 10 മഹാന്മാരെ എണ്ണിയപ്പോൾ 4 പേര് വലിയ സമ്പന്നന്മാരായിരുന്നു. 4 പേരും വലിയ സമ്പന്നന്മാരായിരുന്നു. നിങ്ങൾ സമ്പത്ത് സ്വരൂക്കൂട്ടണമെന്നും അവസാന കാലമാകുമ്പോഴേക്ക് ദീനും ദുന്യാവും നിലനിർത്താൻ ദിർഹമും ദീനാറും ആവശ്യമായി വരുമെന്നും അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തേ കമ്മ്യൂണിസം തകരാൻ പോയത്? 70 വർഷമായപ്പോഴേക്ക് കമ്മ്യൂണിസം തകർന്നത് എന്താണ്? ഗോർബച്ചോവിൻ്റെ പെരിസ്ട്രോയ്ക്കൊക്കെ വായിച്ചവരുണ്ടാകും. എന്തേ തകർന്ന്? സ്വകാര്യ സ്വത്ത് നിരോധിച്ചു, വ്യക്തികൾക്ക് പണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അലസരാകുന്നൊരു സമൂഹം രൂപപ്പെട്ടു. കഷ്ടപ്പെട്ട് MBBS നേടി, പിന്നെ MD ആയി, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയി, കുറേ പഠിച്ചടങ്ങാറായി മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാകുന്നയാൾക്കും 7ാം ക്ലാസ് തോറ്റിട്ട് നീല സാരി എടുത്ത് അവിടെ അടിച്ചു വരാൻ വരുന്നവർക്കും ആവശ്യമായ ഫുഡ് ഗവൺമെൻറ് കൊടുക്കും, ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കും, വർഷത്തിൽ 2 പ്രാവശ്യം ഡ്രസ്സ് കൊടുക്കും. പിന്നെ ആരാധ്വാനിക്കുക? പിന്നെ ആരാണ് അധ്വാനിക്കുക? സ്വകാര്യ സ്വത്ത് നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം കമ്മ്യൂണിസം തോറ്റുപോയി. അല്ലാഹുവിൻ്റെ റസൂൽ മാനവികതയോടൊപ്പം നടന്നു, സ്നേഹത്തോടുകൂടെ ലോകത്തെ നിയന്ത്രിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നെങ്ങാനും പ്രഖ്യാപിച്ചാൽ കല്ലെറിയാൻ ആത്മാർത്ഥതയുള്ള ഒരു തെറ്റും ചെയ്യാത്ത പരലക്ഷങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചു. അവർ ലോകത്തെ ഇപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ പ്രവാചകത്വത്തെ ഭൗതികമായി തെളിയിക്കാനുള്ള ലളിതമായൊരു ശ്രമമാണ് ഞാൻ നടത്തിയത്. ഇനിയും കുറേ പോയിന്റ് ചർച്ച ചെയ്യാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നോട് അവസാനിപ്പിക്കാൻ പറഞ്ഞ സമയത്തേക്കാൾ 3 മിനിറ്റ് കൂടുതലെടുത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. നമ്മയും നമ്മളോട് ബന്ധമുള്ളവരെയും ഹബീബായ റസൂലിനെ സ്നേഹിച്ച് അനുകരിച്ച് അനുധാവനം ചെയ്ത് വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ പടച്ച റബ്ബ് ഉൾക്കൊള്ളിക്കുമാറാവട്ടെ.
വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.